കൃത്യതയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് റോറിംഗ് മൺഡേയ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം. ഇതിനകം തന്നെ ഒരുപാട്, ഇന്ന് 30ാമത്തെ എപ്പിസോഡാണ് ഇന്നിപ്പോ പിന്നെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഈ വിവിധ മേഖലകളിൽ ലയണിസത്തോട് പിന്നെ ചേർത്ത് പിന്നെ നിൽക്കുന്ന എല്ലാ ആൾക്കാരെയും ഈ ലയണിസത്തെ കുറിച്ചും അതിനനുബന്ധമായിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ചും റിലവൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളെ കുറിച്ചും ഇതിനകം തന്നെ കുറെ ഏറെ ടോപ്പിക്കുകൾ കവർ ചെയ്ത് കഴിഞ്ഞു. എങ്കിലും ഇന്ന് നമുക്കറിയാം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റിലവൻസ് ഓഫ് ലയൺസ് പ്രോട്ടോകോൾ. നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന നമ്മൾ അഹങ്കരിക്കുമെങ്കിലും നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ അറിഞ്ഞൂടാ എന്നുള്ളത് നമുക്ക് ആ വസ്തുത നമ്മൾ പല അവസരങ്ങളിലും നമ്മൾ തിരിച്ചറിയാറുണ്ട്. അപ്പൊ അത്തരത്തില് ഒരു കാര്യമാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമ്മുടെ മീറ്റിങ്ങുകളിലും അതുപോലെ തന്നെ നമ്മുടെ ലയൺസത്തിലും ഈ ലയൺസ് പ്രോട്ടോകോളിന്റെ റിലവൻസ് നമുക്ക് പിന്നെ എന്താ പറയുന്നത്, അത് ശരിക്കുള്ള അതിൻ്റെ ആ ഒരു റിലവൻസ് നമുക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ പിന്നെ സ്പീക്കർ, വളരെ വെൽ നോൺ ആയിട്ടുള്ള സ്പീക്കറാണ്. മൾട്ടിപ്പിളില് PMJF ലയൺ എഞ്ചിനീയർ M. ശിവാനന്ദൻ സാറ്. ശിവാനന്ദൻ സാർ നമസ്കാരം. സാറ് വളരെ ഭംഗിയായിട്ടാണ് പല വേദികളിലും, പ്രത്യേകിച്ച് നമ്മുടെ മൾട്ടിപ്പിൾ പിന്നെ മീറ്റിങ്ങുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ശബ്ദമാണ് ശിവാനന്ദൻ സാറിൻ്റെത്. എല്ലാ പ്രോഗ്രാമുകളിലും അതുപോലെ തന്നെ ഈ നമ്മുടെ അക്കാഡമിക് മാത്രമല്ല എന്റർടൈൻമെന്റ് കാര്യങ്ങളിലും ഒക്കെ ഈ മൾട്ടിപ്പിൾ ആകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭയാണ് ശിവാനന്ദൻ സാറും സാറിന്റെ ഫാമിലിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സാറിനെ ഇവിടെ ഒരു സ്പീക്കറായിട്ട് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. സാറിന് പിന്നെ എന്താ പറയുന്നത്, സാറിന് ഈ ഫ്ലോറിലേക്ക് ചെയർമാൻ സ്വാഗതം പറഞ്ഞെങ്കിൽ കൂടി ഞാനും എൻ്റെ വക ഒന്നുകൂടി എല്ലാവർക്കും വേണ്ടി വീണ്ടും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അപ്പോ ഇന്നത്തെ ഈ പ്രോഗ്രാം പിന്നെ വളരെ പിന്നെ എന്താ പറയുന്നത്, 1 മണിക്കൂർ കൊണ്ട് അദ്ദേഹം വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ലയൺസ് പ്രോട്ടോകോളിനെ കുറിച്ച് അദ്ദേഹം പറയും. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ വഴിമാറുന്നു. വളരെ നന്നായിട്ട് നടക്കുന്ന ഈ പിന്നെ പ്രോഗ്രാം റോറിംഗ് മൺഡേയ്സിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി, ഇന്നത്തെ ഈ ട്രെയിനിങ് 30ാമത് എപ്പിസോഡ് ഔദ്യോഗികമായി ഇനോഗ്രേറ്റ് ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു അനിൽ സർ, താങ്ക് യു. അടുത്തതായി നമ്മുടെ ഇന്നത്തെ സ്പീക്കറെ പരിചയപ്പെടുന്നതിന് വേണ്ടി ലയൺ ബാബുക്കുട്ടി സാറിനെ ആദരവോടെ ക്ഷണിക്കും. താങ്ക് യു. ഓക്കെ, തുടങ്ങട്ടോ സാറേ? യെസ്, സ്റ്റാർട്ട് ചെയ്തോ. ഹലോ, സ്റ്റാർട്ട് ചെയ്തോ. പറഞ്ഞോളൂ, ഫ്ലോർ ഈസ് യുവേഴ്സ്. Today's 77th Happy Republic Day wishes. Thank you. Roaring Mondays 2025-26 30th episode online platform training program. Respected Chair Lion Kabirdas, GLT Coordinator, Inaugural Officer PMJF Lion Alkumar, VDGs. Today's speaker PMJF Lion Engineer Shivanandan Sir, Dr. Fasiluddin ZLCC, മറ്റ് ലയൺസ് സുഹൃത്തുക്കളെ. Today's topic, relevance of ലയൺസ് protocol, very important topic. ഇന്നത്തെ ട്രെയിനർ PMCC ലയൺ എഞ്ചിനീയർ M. ശിവാനന്ദൻ, PMJF മൾട്ടിപ്പിൾ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ. അവരെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിനുള്ള ദൗത്യം. അദ്ദേഹം പ്രൊഫഷണലായി എഞ്ചിനീയറാണ്. കേരള ഇറിഗേഷൻ ഡെവലപ്മെന്റ് സൂപ്രണ്ടന്റായിട്ട് പ്രവർത്തിച്ചിരുന്നു. കൂടാതെ SNGIST ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഗുരുദേവ ട്രസ്റ്റ് മുൻ ചെയർമാൻ
കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ബിടെക് സിവിൽ എഞ്ചിനീയറിംഗിന് ശേഷം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എംടെക് ബിരുദം നേടിയിട്ടുണ്ട്. ലയൺ എഞ്ചിനീയർ ശിവാനന്ദൻ സാർ 1999 തൃക്കാക്കര ലയൺസ് ക്ലബിൽ അംഗമായി ചേർന്നു. 2013-14 വർഷം ലയൺസ് ഡിസ്ട്രിക്ട് 318 സിയിലെ ഡിസ്ട്രിക്ട് ഗവർണറായി പ്രവർത്തിച്ചു. 2014-15 വർഷം മൾട്ടിപ്പിൾ ഡിസ്ട്രിക്ട് കേരള ചെയർമാനായി സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ മൾട്ടിപ്പിൾ ഡിസ്ട്രിക്ട് 318 ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ GMT FWC ആയി തുടരുന്നു. അദ്ദേഹം 5 പ്രാവശ്യം ഇന്റർനാഷണൽ കൺവെൻഷനിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. ലയൺസ് FDI ഗ്രാജുവേഷൻ ലഭിച്ചിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ലെവൽ, മൾട്ടിപ്പിൾ ഡിസ്ട്രിക്ട് ലെവൽ ട്രെയിനിങ് പ്രോഗ്രാം ഫാക്കൽറ്റി ആണ് ഇപ്പോൾ. ലയൺസിന്റെ ധാരാളം അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ പ്രസിഡന്റ് ഗോൾഡ് മെഡൽ അവാർഡ്, ലീഡർഷിപ്പ് അവാർഡ്, കീ അവാർഡ്, മെമ്പർഷിപ്പ് ഗ്രോത്ത് അവാർഡ്, ഡിസ്ട്രിക്ട് ഗവർണർ എക്സലൻസി അവാർഡ്, ഡിസ്ട്രിക്ട് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ അവാർഡ്സ് എന്നീ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫാമിലി, സ്പൗസ് ലയൺ സുധ ശിവാനന്ദൻ, ഷീസ് എ ടീച്ചർ. കൂടാതെ ഡിസ്ട്രിക്ട് 318 സി ലയണസിന്റെ ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. 2 മക്കളാണ്. എൽഡർ സൺ ഈസ് ഡോക്ടർ നിഖിൽ, ENT സർജൻ. ഹി ഈസ് വർക്കിംഗ് എയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. യംഗർ സൺ എഞ്ചിനീയർ നീരജ്, സിവിൽ എഞ്ചിനീയറായി വർക്ക് ചെയ്തു വരും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രെയിനറുടെ ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബാബുക്കുട്ടി സാർ, താങ്ക് യു. യുവർ നൈസ് വേർഡ്സ്. ഇനി നമ്മൾ ഒരുപാട് സമയം കളയുന്നില്ല. ഇപ്പൊ തന്നെ നമ്മൾ 4 മിനിറ്റ് ലേറ്റാണ്. സാധാരണ 8:30 നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇനിയോ നമ്മൾ ഇനി ഒട്ടും വൈകാതെ തന്നെ ഫ്ലോർ നമ്മുടെ ഇന്നത്തെ സ്പീക്കർക്ക് കൈമാറുന്നു. സാർ, ഫ്ലോർ ഈസ് യുവർ സർ. Thank you, Kabir Das. First of all, let me thank Lion Babukutti for introducing me before this August gathering. Kekavalo? കേൾക്കാം. Clear ആണല്ലോ? Okay. Chairman of this meeting, Lion Kabir Das, GLT coordinator. Today's inaugural officer, First Vice District Governor, Lion Engineer Anil Kumar, Lion Fasiluddin, other Lion leaders, and my dear friends. I have great pleasure to act as a speaker for today's program. Roaring Mondays is a good concept. ഓരോ മൺഡേസും ഓരോ പ്രോഗ്രാംസ് നടത്തി ലയൺസിനെ പ്രബുദ്ധരാക്കുക എന്നുള്ള നല്ല കാര്യമാണ്. അത് ഏറ്റെടുത്തതിന് ഡിസ്ട്രിക്റ്റിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്ന കബീർദാസിനും ഫസലുദ്ദീനും എല്ലാവിധ ആശംസകളും നേരുന്നു. ലെറ്റ് ഇറ്റ് കണ്ടിന്യൂ. മാക്സിമം ആൾക്കാരെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ട്രെയിനിങ് സെഷൻ എന്ന് കേൾക്കുമ്പോൾ പലർക്കും മടിയാണ്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ട്രെയിനിങ് സെഷൻ ഈസ് ഓൾവേസ് ഗുഡ്. നമുക്ക് ലയൺസത്തിലും മറ്റു കാര്യങ്ങളിലും എത്ര നോളജ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കത് ബ്രഷപ്പ് ചെയ്യാൻ സാധിക്കും. ബ്രഷപ്പ് ചെയ്യുന്നതെന്ന് മാത്രമല്ല, എന്തെങ്കിലും പുതിയ ഏത് ട്രെയിനിങ് സെഷൻ നമ്മൾ അറ്റൻഡ് ചെയ്താലും എന്തെങ്കിലും ഒരു പുതിയ കാര്യം നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് അവസരം കിട്ടുന്ന എല്ലാ സെമിനാറുകളും ഞാൻ ആദ്യാവസരം അറ്റൻഡ് ചെയ്യാറുണ്ട്. ഞാൻ ലയൺസത്തിൽ നോളജ് ഉള്ള ആളാണ്, അല്ലെ പഴയ PMCC ആണെന്ന് പറയാൻ അറ്റൻഡ് ചെയ്യാതിരിക്കാറില്ല. എനിക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഓരോ ട്രെയിനിങ് സെഷൻ കഴിയുമ്പോഴും ഞാൻ വിലയിരുത്തുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം നമുക്ക് അന്ന് കിട്ടിയെന്ന് മനസ്സിലാക്കാറുമുണ്ട്. എന്തായാലും ഈ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നവരെല്ലാവരും വളരെ ശ്രദ്ധാപൂർവം ആദ്യാവസാനം അറ്റൻഡ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഇന്നത്തെ സബ്ജക്ട് റിലവൻസ് ഓഫ് ലയൺസ് പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ തന്നെ പലരും വിചാരിക്കുമോ എനിക്കറിയാവുന്ന കാര്യമാണ്, ഇത് എന്ത് കേൾക്കാനാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. പ്രോട്ടോകോൾ ഈസ് എ വെരി വെരി കോംപ്ലിക്കേറ്റഡ് തിങ്. അതായത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ ഏത് സമയത്തും ഒരു മീറ്റിംഗ് നടത്തുന്ന സമയത്ത് നമുക്ക് സംശയങ്ങൾ ഉണ്ടാകാം.
തെറ്റുകൾ വരുത്താം. നമ്മൾ പലപ്പോഴും പല മീറ്റിങ്ങുകളും നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള തെറ്റുകൾ നമ്മൾ കാണാറുണ്ട്. അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ലയൺസ് പ്രോട്ടോകോളിനെ പറ്റി നമ്മളൊരു ക്ലിയർ ഐഡിയ വേണം. ഈ സബ്ജക്റ്റ് ഞാൻ ധാരാളം ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വി ക്യാൻ ഹാവ് എ ഇന്ററാക്റ്റീവ് സെഷൻ. അപ്പൊ ഈ എന്റെ പ്രസന്റേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാം. നമുക്ക് സമയമുണ്ട്. പ്രസന്റേഷൻ എനിക്ക് തോന്നുന്ന ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് പ്രസന്റേഷൻ തീർക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാൻ സാധിക്കും. ഇപ്പൊ എല്ലാവരും മ്യൂട്ട് ആതിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അൺമ്യൂട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. Let us make this an interesting evening and do this as an interactive session. Okay. Now let us move on to the subject. Relevance of Lions Protocol. അതാണ് ഇന്നത്തെ സബ്ജക്ട്. What is protocol? The protocol is the order in which lions have to be recognized during any meeting. നമ്മളിത് ലയൺസിന്റെ പ്രോട്ടോകോൾ കോൺസെൻട്രേറ്റ് ചെയ്താണ് പറയുന്നത്. അതാണ് പ്രോട്ടോകോൾ. ഇറ്റ്സ് എ ലയൺസ് മീറ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞത്. മറ്റു മീറ്റിങ്ങുകൾക്കും ഈ പ്രോട്ടോകോൾ ഇതുപോലെ ബാധകമാണ്. അവിടെയും നമ്മൾ പ്രോട്ടോകോൾ കറക്റ്റായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് മീറ്റിംഗ് വളരെ ചിട്ടയോടുകൂടി കൊണ്ടുപോകാൻ സാധിക്കും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിരമിച്ചതിന് ശേഷം ഇവിടെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം പറയുകയുണ്ടായി, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ അറ്റൻഡ് ചെയ്യുമ്പോൾ മിക്കവാറും അവിടുത്തെ മീറ്റിങ്ങുകൾ ഈ പ്രോട്ടോകോൾ അനുസരിച്ചൊന്നും ആയിരുന്നില്ല, എസ്പെഷ്യലി സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. അപ്പം പ്രിസൈഡിംഗ് ഓഫീസർ സൈഡിൽ പോയിരിക്കും, ചീഫ് ഗസ്റ്റ് നടുക്ക് വന്നിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പാണ് പലപ്പോഴും കാണുന്നത്. ഞാൻ അതിനകത്ത് ഇടപെട്ടിട്ട് മീറ്റിംഗ് ചിട്ടയായി ചെയ്യുന്ന കാര്യം അവിടുത്തെ HOD-മാർക്കും എല്ലാം പറഞ്ഞു കൊടുത്തതനുസരിച്ച് പിന്നീട് മീറ്റിംഗ് വളരെ ഭംഗിയായിട്ട് മീറ്റിംഗ് നടക്കുകയും എല്ലാവരും അത് അപ്രീഷിയേറ്റ് ചെയ്യുകയുണ്ടായി. അപ്പൊ നമ്മൾ പ്രോട്ടോകോൾ നമ്മൾ ശരിക്കും പാലിക്കുകയാണെങ്കിൽ ഏത് മീറ്റിങ്ങും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ചിട്ടയോടും കൂടി തെറ്റുകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് പ്രോട്ടോകോളിനെ പറ്റിയുള്ള പരിജ്ഞാനം വളരെ അത്യന്താപേക്ഷിതമാണ്. അത് മനസ്സിലാക്കി തന്നെ നിങ്ങൾ എല്ലാവരും ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ലയൺസിനെ നമ്മൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഓർഡർ, അതാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു മെമ്പറെ ഒരു മീറ്റിംഗിൽ നമ്മൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നു, അതിനാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. Breach of protocol is an insult because protocol is nothing but the respect of one's position of office. അതായത് നമ്മളെ ഒരു മീറ്റിങ്ങിന് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നത് നമുക്ക് ആ വേണ്ട പൊസിഷൻ തരുമ്പോഴാണ്. നമ്മളൊരു മീറ്റിങ്ങിന് പോയിരിക്കുന്നു, അവിടെ നമുക്ക് വേണ്ട പൊസിഷൻ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വേണ്ട ഓർഡറിൽ നമ്മളെ റെക്കഗ്നൈസ് ചെയ്തെങ്കിൽ ഷുവർലി നമുക്കതൊരു ബ്രീച്ച് ആയിട്ട് തോന്നും, നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നതായിട്ട് തോന്നും. അതായത് ബ്രീച്ച് ഓഫ് പ്രോട്ടോകോൾ ഈസ് ആൻ ഇൻസൾട്ട്. അതായത് ഞാൻ ഒരു PMCC ആയിട്ട് ഒരു മീറ്റിംഗ് വന്നിരിക്കുകയാണ്, നിങ്ങൾ ബാക്കിയുള്ളവരെ എല്ലാവരെയും പറഞ്ഞതിന് ശേഷം എന്നെ റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് എൻ ഇൻസൾട്ട് ടു മീ. അപ്പൊ എന്റെ പൊസിഷൻ എവിടെയാണ്, പ്രോട്ടോകോളിൽ ഞാൻ എവിടെ നിൽക്കുന്നു, ഡിസ്ട്രിക്ട് ഗവർണർ കഴിഞ്ഞാൽ അങ്ങനെ ഏത് പൊസിഷനിലാണ് എന്നെ വെൽക്കം ചെയ്യേണ്ടത്, അല്ലെ എങ്ങനെയാണ് സല്യൂട്ട് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ റെക്കഗ്നൈസ്ഡ്. അല്ല തിരിച്ചു പറയുകയാണെങ്കിൽ എനിക്ക് തന്നെ തോന്നും വൈ ഐ ഷുഡ് കം ഫോർ ദിസ് മീറ്റിംഗ്, എന്നെ അവര് ഡിസ്റെസ്പെക്ട് ചെയ്യല്ലേ ചെയ്തായെന്ന് നമുക്ക് തോന്നും. അങ്ങനെ പലർക്കും തോന്നും. അങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പൊസിഷൻ ഉണ്ടായിട്ട് പല മീറ്റിങ്ങുകളിലും പലരും ഇറങ്ങി പോകുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കറിയാം. അങ്ങനെ നമ്മൾ പലതും വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. ഞാനൊരിക്കലും പക്ഷെ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് ബ്രീച്ച് ഓഫ് പ്രോട്ടോകോൾ ഉണ്ടായാൽ ഞാൻ അവസാനം മീറ്റിംഗ് കഴിയുന്നിടം വരെ കാത്തിരുന്നിട്ട് അവസാനം അവരോട് ഇത് നോട്ടിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് എ ബെറ്റർ വേ അക്കോർഡിംഗ് ടു മീ. എന്തായാലും ബ്രീച്ച് ഓഫ് പ്രോട്ടോകോൾ ഈസ് നോട്ട് ഗുഡ്. ദാറ്റ് ഈസ് ആക്ച്വലി ഡിസ്റെസ്പെക്ട് ടു എ പേഴ്സൺ. അത് മനസ്സിലാക്കുക. പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ ഓരോ വ്യക്തിയെയും നമ്മൾ മീറ്റിംഗിന് വരുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യുക. വൈ പ്രോട്ടോകോൾ? Protocol is designed to eliminate confusion regarding the proper recognition of Lions dignitaries. നമുക്ക് ഈ പ്രോട്ടോകോളിനെ പറ്റി ക്ലിയർ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കൊരു വ്യക്തിയെ ലയൺസ് മീറ്റിംഗിലേക്ക് വിളിക്കുന്നതിനോ അല്ലെങ്കിൽ ഡയസിലേക്ക് വിളിക്കുന്നതിനോ അല്ലെങ്കിൽ സ്പീച്ചിന് വേണ്ടി വിളിക്കുന്നതിനോ ഫെലിസിറ്റേഷൻ വിളിക്കുന്നതിനോ നമുക്ക് കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. കൺഫ്യൂഷൻ ഒന്നുമില്ല, ഒരു കൺഫ്യൂഷനും ഇല്ല ചെയ്യാൻ സാധിക്കും. അതേസമയം പ്രോട്ടോകോൾ ഇല്ലെങ്കിലോ നമ്മൾ ആരെങ്കിലും ഇവിടുന്നൊക്കെ വിളിക്കും, ആ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ആ വിളിക്കുന്ന ആളിന്റെ തെറ്റ് കഴിഞ്ഞാൽ ആ ഹയർ റാങ്കിലുള്ള ഓഫീസർക്ക് അല്ലെ വ്യക്തിക്ക് അതൊരു അദ്ദേഹത്തിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് തോന്നും. അതുപോലെ തന്നെ മീറ്റിംഗ് ഒരു പ്രോപ്പർ അല്ല, അല്ലെ അലങ്കോലപ്പെട്ട രീതിയിൽ എല്ലാവർക്കും തോന്നും. അതുകൊണ്ട്
കൺഫ്യൂഷൻ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രോട്ടോകോളിന്റെ മെയിൻ കാര്യം. നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രോട്ടോകോൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ there won't be any confusion. Okay. Then it is essential to observe strict protocol in all important Lions meeting. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോജക്റ്റ് ഇനാഗുറേഷന് പോയി, അല്ലെങ്കിൽ ചെറിയ ഒരു മീറ്റിങ്ങിൽ എന്തെങ്കിലും നടത്തി, പബ്ലിക്കിനെ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന മീറ്റിംഗ് നടത്തി, അതിനൊന്ന് സ്ട്രിക്റ്റ് പ്രോട്ടോകോൾ പാലിച്ചില്ലെങ്കിലും വലിയ തെറ്റില്ല. പക്ഷേ ഈവൻ നിങ്ങളുടെ ക്ലബ് മീറ്റിംഗ്, നിങ്ങൾ മാത്രമുള്ള ഒരു ഫാമിലി മീറ്റിംഗ്, അതിന് വലിയ സ്ട്രിക്റ്റ് പ്രോട്ടോകോൾ ഒന്നും പാലിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇമ്പോർട്ടന്റ് ലയൺസ് മീറ്റിംഗ്, അതിന് സ്ട്രിക്റ്റ് ആയിട്ടും കറക്റ്റ് പ്രോട്ടോകോൾ പാലിച്ചിരിക്കണം. ഏതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ലയൺസ് മീറ്റിംഗ്? ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് ഗവർണേഴ്സ് വിസിറ്റ്. അതാണ് ഒരു ലയൺസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഗവർണേഴ്സ് വിസിറ്റ് ആണ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കംസ് ഇൻസ്റ്റലേഷൻ മീറ്റിംഗ്, ദെൻ ഇൻഡക്ഷൻ മീറ്റിംഗ്, ചാർട്ടർ ആനിവേഴ്സറി, പിന്നെ വൈസ് ഗവർണേഴ്സ് വിസിറ്റ്. ഇതുപോലുള്ള മീറ്റിംഗ് ഇപ്പൊ ഞാൻ ലിസ്റ്റ് ചെയ്ത അത്രയും മീറ്റിങ്ങുകളെങ്കിലും, അതായത് DG വിസിറ്റ്, ഇൻസ്റ്റലേഷൻ മീറ്റിംഗ്, ഇൻഡക്ഷൻ മീറ്റിംഗ്, വൈസ് ഗവർണേഴ്സ് വിസിറ്റ്, പിന്നെ ചാർട്ടർ ആനിവേഴ്സറി. ചാർട്ടർ ആനിവേഴ്സറി നിങ്ങളുടെ ക്ലബിലെ ഒരു അഫെയർ ആയിട്ട് നടത്തുകയാണെങ്കിൽ അത് ഞാൻ അത്ര പറയുന്നില്ല. അത് അതേസമയം മറ്റ് ഗസ്റ്റുകളെയൊക്കെ വിളിച്ച് നന്നായിട്ട് ചാർട്ടർ ആനിവേഴ്സറി നടത്തുകയാണെങ്കിലും അതിനും നമ്മൾ സ്ട്രിക്റ്റ് പ്രോട്ടോകോൾ പാലിക്കണം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലബിലെ മെമ്പേഴ്സ് അല്ലാതെ മറ്റ് മെമ്പേഴ്സിനെ, മറ്റ് ഡിഗ്നിറ്ററീസിനെ വിളിച്ച് നടത്തുന്ന മീറ്റിങ്ങുകൾക്കെല്ലാം നമ്മൾ സ്ട്രിക്റ്റ് പ്രോട്ടോകോൾ പാലിക്കണം. നമ്മുടെ ഇന്റേണൽ മീറ്റിംഗ് ഒക്കെ വലിയ പ്രോട്ടോകോൾ ഒന്നും പാലിച്ചില്ലെങ്കിലും വലിയ തെറ്റില്ല, നിങ്ങൾ തമ്മിൽ ഉള്ള മീറ്റിംഗ് ആണ്, അതിന് വലിയ കുഴപ്പമില്ല. പക്ഷെ ബാക്കി ഓൾ ഇമ്പോർട്ടന്റ് മീറ്റിംഗ്സ് യു ഹാവ് ടു ഒബ്സർവ് സ്ട്രിക്റ്റ് പ്രോട്ടോകോൾ. ഓക്കെ. ഇനി പ്രോട്ടോകോൾ ഫോർ എനി മീറ്റിംഗ് പ്രിസൈഡിംഗ് ഓഫീസർ ഈസ് പ്രോട്ടോകോൾ നമ്പർ 1. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ നമ്മുടെ റാങ്ക് എന്താണെങ്കിലും നമ്മൾ ആ പ്രിസൈഡ് ചെയ്യുന്ന ആളാണ് ഒരു മീറ്റിംഗിന്റെ നമ്പർ 1. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഇപ്പോൾ നമ്മുടെ മൾട്ടിപ്പിൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നു. എറണാകുളത്ത് ഒരു മീറ്റിംഗ് ഉണ്ട് ഈ ഫെബ്രുവരി 4-ാം തീയതി. അപ്പം ഇന്റർനാഷണൽ പ്രസിഡന്റ് നമ്മുടെ സ്ഥലത്ത് വരുമ്പോൾ നമ്മുടെ ഒരു ക്ലബിലേക്ക് ഇന്റർനാഷണൽ പ്രസിഡന്റ് ഒരു മീറ്റിംഗ് വന്നെന്ന് വിചാരിക്കുക. എന്നിട്ട് ക്ലബിന്റേതായ ഒരു മീറ്റിംഗ് നടത്തുകയാണ്. അവിടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് വന്നാലും ഇന്റർനാഷണൽ പ്രസിഡന്റ് ചീഫ് ഗസ്റ്റ് ആയിരിക്കും. പക്ഷേ പ്രോട്ടോകോൾ നമ്പർ 1 അപ്പോഴും പ്രിസൈഡിംഗ് ഓഫീസറായ ക്ലബ് പ്രസിഡന്റ് ആണ്. ഇന്റർനാഷണൽ പ്രസിഡന്റ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഉന്നത വ്യക്തിയാണ്, പ്രസ്ഥാനത്തിലെ നമ്പർ 1 ആണ്. പക്ഷേ ഫോർ അവർ ക്ലബ് മീറ്റിംഗ്, ഇഫ് ഇന്റർനാഷണൽ പ്രസിഡന്റ് ഈസ് കമ്മിങ്, he is not the protocol number 1, he is protocol number 2, but our presiding officer, our club president is protocol number 1, and he or she should sit in the middle seat. അതായത് any meeting presiding officer is protocol number 1. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഞങ്ങളുടെ ഒരു ക്ലബ് മീറ്റിംഗിന് ശ്രദ്ധിച്ചതാണ്. ഒരു ക്ലബിലൊരു സർവീസ് പ്രോഗ്രാമിലെ മീറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അവിടെ വന്ന രാഷ്ട്രീയക്കാര്, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം മുന്നിൽ കയറിയങ്ങിരുന്നതോടുകൂടി പ്രിസൈഡിംഗ് ഓഫീസറുടെ പ്രസിഡന്റ് പുറകിൽ പോയിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. പക്ഷെ ഞാൻ മീറ്റിംഗിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അപ്പം തന്നെ അത് കറക്റ്റ് ചെയ്യാനെ മറ്റവരോട് പറഞ്ഞിട്ട് സാറേ ഇവിടെയാണ് പ്രസിഡന്റ് ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഇരുത്തിയാനെ. പക്ഷെ ആ മീറ്റിംഗ് ഞാൻ ഉണ്ടായില്ല, അതുകൊണ്ട് അത് ചെയ്തില്ല. പക്ഷെ അതിന്റെ ഫോട്ടോസ് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നി. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഫോർ എനി മീറ്റിംഗ്, നമ്മൾ ഏത് മീറ്റിംഗ് നടത്തുമ്പോഴും ഒരു ക്ലബ് മീറ്റിംഗ് ആണെങ്കിൽ ക്ലബ് പ്രസിഡന്റ് ഈസ് പ്രോട്ടോകോൾ നമ്പർ 1 ആൻഡ് ഹി ഷുഡ് സിറ്റ് ഇൻ ദി മിഡിൽ സീറ്റ്. ബാക്കിയുള്ളവരെ അതനുസരിച്ച് പറഞ്ഞുതരാം. എക്സ്ക്യൂസ് മീ. ഓക്കെ, പ്രിസൈഡിംഗ് ഓഫീസർ ഈസ് പ്രോട്ടോകോൾ നമ്പർ 1. അതിന് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി നെക്സ്റ്റ് കംസ് ചീഫ് ഗസ്റ്റ്. ചീഫ് ഗസ്റ്റ് ഈസ് പ്രോട്ടോകോൾ നമ്പർ 2. അപ്പൊ ഞാൻ പറഞ്ഞ കേസിൽ ഇന്റർനാഷണൽ പ്രസിഡന്റ് നമ്മുടെ ക്ലബിലേക്ക് വരികയാണ്. അവിടെ അദ്ദേഹം ചീഫ് ഗസ്റ്റ് ആയിരിക്കും. അപ്പൊ അദ്ദേഹം പ്രോട്ടോകോൾ നമ്പർ 2 ആയിരിക്കും. ഇനി ചില മീറ്റിങ്ങുകൾക്ക് ചീഫ് ഗസ്റ്റ് കൂടാതെ ഒരു ഇമ്പോർട്ടന്റ് വ്യക്തിത്വത്തിനെ കൂടെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പറയുന്ന പേരാണ് ഗസ്റ്റ് ഓഫ് ഓണർ. ഇതും ചിലർ തെറ്റിക്കാറുണ്ട്. ഒരു മീറ്റിങ്ങിന് ഒരു മെയിൻ ഗസ്റ്റിനെ വിളിച്ചുള്ളെങ്കിൽ ചിലരൊക്കെ അദ്ദേഹത്തിന് ഗസ്റ്റ് ഓഫ് ഓണർ എന്ന് പറയും. അത് തെറ്റാണ്. ഒരാളിനെ വിളിക്കുന്നെങ്കിൽ അദ്ദേഹം ചീഫ് ഗസ്റ്റും രണ്ടാമതൊരു ഗസ്റ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം ഗസ്റ്റ് ഓഫ് ഓണറുമാണ്. അത് നിങ്ങൾക്ക് ഞാൻ പലരും ചീഫ് ഗസ്റ്റിനെ ഗസ്റ്റ് ഓഫ് ഓണർ.
മ്യൂട്ട് ചെയ്യണേ, മറ്റുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്യണേ, സംസാരം കയറി വരുന്നുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ പ്രസിഡന്റ് അവിടെ നിർത്തി അവിടെ മറ്റു വാഹനങ്ങളൊക്കെ തടഞ്ഞു ആ ഹെൽമെറ്റ് എടുത്ത് വെച്ചു. അമ്മയ്ക്ക് വളരെ സന്തോഷമായി. ആരോ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. സാർ ഒരിക്കൽ കൂടെ അൺമ്യൂട്ട് ചെയ്യണേ. ഞാൻ മ്യൂട്ട് ചെയ്തു, മൊത്തത്തിൽ ആൾ മ്യൂട്ട് ചെയ്തപ്പോ സാർ മ്യൂട്ട് ആയിപ്പോയി. സാറിന്റെ കൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ മതി, സാറിന്റെ മാത്രം. ആയോ? ഓക്കെ. So presiding officer protocol number 1, chief guest is protocol number 2, and guest of honor if there is protocol number 3. ഒരു ഗസ്റ്റേ ഉള്ളെങ്കിൽ, ഒരു മെയിൻ ഗസ്റ്റേ ഉള്ളെങ്കിൽ അദ്ദേഹം ചീഫ് ഗസ്റ്റ് ആയിരിക്കും. അതിന് കൺഫ്യൂഷൻ പാടില്ല. അദ്ദേഹത്തിന് ഗസ്റ്റ് ഓഫ് ഓണർ ഒരിക്കലും പറയരുത്. ഒരു ചീഫ് ഗസ്റ്റ് കഴിഞ്ഞ് ഒരാളും കൂടെ മെയിൻ ഗസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെയാണ് നമ്മൾ ഗസ്റ്റ് ഓഫ് ഓണർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹം പ്രോട്ടോകോൾ നമ്പർ 3 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഫോർ ഇൻഡക്ഷൻ മീറ്റിംഗ് യു ആർ കോളിംഗ് അനദർ പേഴ്സൺ ആസ് ആൻ ഇൻഡക്ടിംഗ് ഓഫീസർ. അപ്പൊ അങ്ങനെ വരുവാണ് ഇൻഡക്ടിംഗ് ഓഫീസറെ നമ്മൾ പ്രോട്ടോകോൾ നമ്പർ 3 ആയിട്ട് ഗസ്റ്റ് ഓഫ് ഓണർ ആയിട്ട് ഡിക്ലെയർ ചെയ്യും. മനസ്സിലായില്ലേ? അതാണ് ഗസ്റ്റ് ഓഫ് ഓണർ. ഓക്കെ. ദെൻ ലയൺസിന്റെ ഇന്റർനാഷണൽ പ്രോട്ടോകോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണമെന്നില്ല, നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. എങ്കിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ ഇന്റർനാഷണൽ പ്രസിഡന്റ് അദ്ദേഹമാണ് നമ്മുടെ ആര് ഇന്റർനാഷണൽ പ്രസിഡന്റ് ആണോ അദ്ദേഹമായിരിക്കും നമ്മുടെ ലയൺസ് പ്രോട്ടോകോളിൽ നമ്പർ 1. നമ്പർ 2 ഈസ് ഇമ്മീഡിയറ്റ് പാസ്റ്റ് ഇന്റർനാഷണൽ പ്രസിഡന്റ്. ദെൻ കംസ് ഫസ്റ്റ് ഇന്റർനാഷണൽ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ്. ഓക്കെ. ദെൻ സെക്കൻഡ് വൈസ് പ്രസിഡന്റ്, ദെൻ തേർഡ് വൈസ് പ്രസിഡന്റ്. ഇത് ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇന്റർനാഷണൽ പ്രസിഡന്റ് 1, തൊട്ട് മുമ്പത്തെ വർഷം ആര് ഇന്റർനാഷണൽ പ്രസിഡന്റ് ആയിരുന്നോ അദ്ദേഹം പ്രോട്ടോകോൾ നമ്പർ 2. ദെൻ വൈസ് പ്രസിഡന്റുമാര് ഇൻ ഓർഡറില്ല. ഫസ്റ്റ് വി പി, സെക്കൻഡ് വി പി, തേർഡ് വി പി. തേർഡ് ഇന്റർനാഷണൽ പ്രസിഡന്റ്, ഫസ്റ്റ് ഇന്റർനാഷണൽ പ്രസിഡന്റ്, സെക്കൻഡ് ഇന്റർനാഷണൽ, തേർഡ് പ്രസിഡന്റ്. ഇത് കാണാൻ പിടിച്ചു വെക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. അത് കഴിയുമ്പോൾ പാസ്റ്റ് ഇന്റർനാഷണൽ പ്രസിഡന്റ്, എത്ര ഇന്റർനാഷണൽ പ്രസിഡന്റ് മുന്നുണ്ടായിരുന്ന ഇന്റർനാഷണൽ പ്രസിഡന്റുകൾ എല്ലാം അതിനുശേഷം വരും. ഓക്കെ. ദെൻ കംസ് ഇന്റർനാഷണൽ ഡയറക്ടേഴ്സ്, അതായത് റൂളിംഗ് ഇന്റർനാഷണൽ ഡയറക്ടേഴ്സ്. ഇന്റർനാഷണൽ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എലക്ട് ചെയ്യുന്ന പോസ്റ്റുകളാണ്. അതുകൂടാതെ ഇന്റർനാഷണൽ പ്രസിഡന്റ്സ് ചിലരെ ബോർഡ് അപ്പോയിന്റീസ് ആയിട്ട് എടുക്കും. അവരും ഇന്റർനാഷണൽ ഡയറക്ടറുടെ അതേ റാങ്കിലാണ് ആ പർട്ടിക്കുലർ ഇയറിലേക്ക്. അതാണ് ബോർഡ് അപ്പോയിന്റീസ്. അവർക്ക് ഇന്റർനാഷണൽ ഡയറക്ടറുടെ സെയിം റാങ്ക് ആണ്, പക്ഷെ ദേ ആർ നോട്ട് elected directors of board. Okay. Then comes LCF board of trustees. Then past international directors, അതായത് പണ്ട് ഇന്റർനാഷണൽ ഡയറക്ടർ ആയിരുന്നവരെല്ലാവരും നമ്മുടെ മുരുകൻ സാറിനെയും ഒക്കെ പോലെയുള്ളവര്. ഓക്കെ. PIDs, past international directors. Then past LCF trustees and past board appointees. ഞാൻ ബോർഡ് അപ്പോയിന്റീസിനെ നേരത്തെ പറഞ്ഞില്ല, അതിൽ മുൻപുണ്ടായിരുന്ന പാസ്റ്റ് ബോർഡ് അപ്പോയിന്റീസ്. Then GAT and LCF constitutional area leaders, LCF vice constitutional area leaders, and GAT regional area leaders. അത് കഴിഞ്ഞാൽ LCF, FWC, GAT area leaders. നമ്മുടെ അമർനാഥും പിന്നെ വാമൻകുമാറും ഒക്കെ ഉള്ള LCIF-ന്റെ വാമൻകുമാറും ഗാറ്റിന്റെ LCF-ന്റെ അമർനാഥും ഗാറ്റിന്റെ വാമൻകുമാറുമാണല്ലോ. അവർ രണ്ടുപേരും ആ പ്രോട്ടോകോൾ. അത് കഴിഞ്ഞാണ് MCC വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇതിനകത്ത് ഡൗട്ട് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ബുക്കുകളിലും ഡയറക്ടറീസിലും ഇന്റർനാഷണൽ സൈറ്റിലൊക്കെ പോയി എപ്പോഴും റെഫർ ചെയ്യാം. ഓക്കെ. അത് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ഗവർണർ കഴിഞ്ഞു കഴിഞ്ഞാൽ MD-യിലെ മൾട്ടിപ്പിൾ ഡിസ്ട്രിക്ട് കോർഡിനേറ്റേഴ്സ്, ഒരു 3-4 ഇമ്പോർട്ടന്റ് പോസ്റ്റുകൾ, അതായത് FWC, GLT, GMD, GST, LCF, ഈ 4 മൾട്ടിപ്പിളിലെ 4 കോർഡിനേറ്റേഴ്സ്. അതിൽ MD, FWC എന്നുള്ള പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. GLT, GMD നിങ്ങൾക്കറിയാം, അത് ഓരോരുത്തരും ആ പോസ്റ്റുകൾ ഹോൾഡ് ചെയ്യുന്നവരാണ് അടുത്ത റാങ്കിൽ വരുന്നത്. DG കഴിഞ്ഞാൽ ഉടൻ, അത് കഴിഞ്ഞ് ഇനി ഇമ്മീഡിയറ്റ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ വരുള്ളൂ. അതായത് DG കഴിഞ്ഞാൽ ഈ 5 മൾട്ടിപ്പിൾ കോർഡിനേറ്റേഴ്സ് ആണ് പ്രോട്ടോകോളിൽ മുകളിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ, ദെൻ കംസ് വൈസ് ഗവർണേഴ്സ് ഇൻ ദി ഓർഡർ VDG1, ദെൻ VDG2, ദെൻ കംസ് PMCCs. അത് കഴിഞ്ഞാണ് പാസ്റ്റ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാൻമാർ വരുന്നത്. ദെൻ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണേഴ്സ്,
Then comes district cabinet secretary, district cabinet treasurer, then district GFWC, GLT, GMD, GST, LCF coordinators. ഡിസ്ട്രിക്റ്റിലെ ഇത്രയും കോർഡിനേറ്റേഴ്സ്. അവര് DCT കഴിഞ്ഞാൽ നേരെ വരും, അവരാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ RCs, ZCs, ഡിസ്ട്രിക്ട് കമ്മിറ്റി ചെയർപേഴ്സൺസ്. ദെൻ കംസ് ക്ലബ്. ഇതാണ് ക്ലബിലെ പ്രോട്ടോകോൾ. ഇനി വരുന്നതാണ് ക്ലബ് പ്രസിഡൻസ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് പാസ്റ്റ് ക്ലബ് പ്രസിഡന്റ്, അത് കഴിഞ്ഞാൽ പാസ്റ്റ് ക്ലബ് പ്രസിഡൻസ് എല്ലാവരും, ദെൻ ക്ലബ് സെക്രട്ടറീസ്, ക്ലബ് ട്രഷറേഴ്സ്, ദെൻ അത്രയും പേരാണ് പ്രോട്ടോകോളിൽ വരുന്നത്. പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ വരും, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ഇത്രയും പേരെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഒരു കൺഫ്യൂഷൻ ഉള്ള പോസ്റ്റാണ്, ഇപ്പൊ ജാനുവരി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്ലബുകളിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ അല്ലെ ഡിസ്ട്രിക്ട് ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എലക്ട് എന്നുള്ള പോസ്റ്റുകൾ വരും. അതായത് ജൂലൈ 1 എല്ലാവരും അവരുടെ പോസ്റ്റിലേക്ക് എത്തുന്നത്. ഇപ്പൊ അത് നിങ്ങൾക്കൊരു സംശയം വരുന്ന ഒരു കാര്യമാണ്, ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറയുകയാണ്. അതായത് നിങ്ങൾ ഇൻസ്റ്റലേഷൻ എന്ന് നടന്നാലും, നിങ്ങളുടെ ക്ലബിൽ ഇൻസ്റ്റലേഷൻ എന്ന് നടന്നാലും ജൂലൈ 1 മുതൽ നിങ്ങൾ ശരിക്കും ആ പോസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഗവർണറും അതുപോലെയാണ്, ജൂലൈ 1 അദ്ദേഹം ആ പോസ്റ്റിലേക്ക് എത്തും. മറ്റേത് ഒരു ചടങ്ങാണ്. അന്ന് പോലെ പലപ്പോഴും നമ്മൾ അന്ന് വരെ അവരെ എലക്ഷൻ എന്ന് പറയാറുണ്ട്, അതിനകത്ത് വലിയ തെറ്റുകളൊന്നും ഇല്ല. പക്ഷെ എന്തായാലും നിങ്ങൾ ഒഫീഷ്യലി നിങ്ങൾക്ക് ചാർജ് വരുന്നത് ജൂലൈ 1 അപ്പൊ ഈ എലക്ട് ഉള്ള ആ പീരീഡിൽ, അതായത് നമ്മൾ പുതിയ സ്ഥാനം ഏറ്റെടുക്കുന്നിടം വരെ, അപ്പൊ പ്രസിഡന്റും കാണും, പ്രസിഡന്റ് എലക്റ്റും കാണും, അതുപോലെ DG കാണും, DG എലക്റ്റും കാണും, വൈസ് ഗവർണർ കാണും, വൈസ് ഗവർണർ, VDG 1 കാണും, VDG 1 എലക്ട് കാണും. അതുകൊണ്ട് RC കാണും, RC ഡെസിഗ്നേറ്റും കാണും. ഡെസിഗ്നേറ്റും എലക്റ്റും തമ്മിലുള്ള വ്യത്യാസം അറിയാമെന്ന് തോന്നുന്നു. എലക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വോട്ടിങ്ങിൽ കൂടെ തെരഞ്ഞെടുക്കുന്നവർ മാത്രമേ എലക്ട്സ് എന്ന് പറയാൻ പാടുള്ളൂ. പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ തെരഞ്ഞെടുക്കുന്നതാണ് അവരെ. അതുകൊണ്ട് പ്രസിഡന്റ് എലക്ട്, പ്രസിഡന്റ്, സെക്രട്ടറി എലക്ട്, ട്രഷറർ എലക്ട് എന്ന് പറയും. അതുപോലെ DG, വൈസ് ഗവർണേഴ്സ്, DG എലക്ട്, VDG 1 എലക്ട്, VDG 2 എലക്ട്. പക്ഷെ അത് കൂടാതെയുള്ള പോസ്റ്റുകൾ DCS, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ട്രഷറർ, RC, ZC ഇവരെ ഒന്നും എലക്ട്സ് എന്ന് പറയാൻ പാടില്ല. അവരൊക്കെ ഡെസിഗ്നേറ്റ്സ് ആണ്, അവരെ ഡെസിഗ്നേറ്റ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പൊ അവരെ ഈ പീരീഡിൽ നമ്മൾ പറയുന്നത് DCS ഡെസിഗ്നേറ്റ്, DCT ഡെസിഗ്നേറ്റ്, RC ഡെസിഗ്നേറ്റ്, ZC ഡെസിഗ്നേറ്റ്, അങ്ങനെ ആയിരിക്കണം. അതും പലരും തെറ്റിക്കാറുണ്ട്, അതുകൊണ്ടാണ് അത് ആ സബ്ജക്ട് എടുത്ത് പറഞ്ഞത്. അങ്ങനെ ഈ എലക്ട്സും ഡെസിഗ്നേറ്റും നിലനിൽക്കുന്ന പീരീഡിൽ, അതായത് ഇലക്ഷന് കഴിഞ്ഞ് അടുത്ത അവര് അധികാരത്തെ ഏറ്റെടുക്കുന്ന ദിവസം വരെ വരുന്ന മീറ്റിങ്ങുകളിൽ ചിലപ്പോൾ VDG 1 കാണും, VDG 1 എലക്റ്റും കാണും. അല്ലെങ്കിൽ അത് പോട്ടെ, അത് കൺഫ്യൂഷൻ നിങ്ങൾക്ക് വീണ്ടും അതിലേക്ക് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ RCയും കാണും, RC ഡെസിഗ്നേറ്റും കാണും. അപ്പൊ ആരാണ് പ്രോട്ടോകോൾ നമ്പർ 1? RC ആണ് അതിൽ മുന്നിൽ, ഡെസിഗ്നേറ്റ് അതിനുശേഷം വരുന്നത്. പ്രസിഡന്റും പ്രസിഡന്റ് എലക്റ്റും കൂടെ വേറെ ക്ലബിലെ മീറ്റിംഗിൽ പോയി കഴിഞ്ഞാൽ പ്രസിഡന്റ് ആണ് പ്രോട്ടോകോൾ ആദ്യം, പ്രസിഡന്റ് എലക്ട് രണ്ടാമത് വരും. അതായത് എലക്ട്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പേഴ്സൺ ഹോൾഡിംഗ് ദി കറന്റ് പൊസിഷൻ. RC ഡെസിഗ്നേറ്റ്, RC കഴിഞ്ഞാൽ ഉടനെ RC ഡെസിഗ്നേറ്റ്, പിന്നെ ZC ഡെസിഗ്നേറ്റ്. മനസ്സിലായല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഇടയ്ക്ക് മ്യൂട്ട് ചെയ്ത് ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് അവസാനം ചോദിക്കാം. ഓക്കെ, മുന്നോട്ട് പോവാം. The reverse order is to be followed for inviting dignitaries to the dais. നമ്മൾ മീറ്റിംഗിൽ ഡയസിലേക്ക് ആൾക്കാരെ വിളിക്കുമ്പോൾ നമ്മൾ റിവേഴ്സ് പ്രോട്ടോകോൾ ആണ് എപ്പോഴും ഫോളോ ചെയ്യേണ്ടത്. ആദ്യം പ്രോട്ടോകോൾ നമ്പർ 1 ആയ നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസറെ വിളിക്കാം. അദ്ദേഹം വന്നതിന് ശേഷം ഏറ്റവും കുറഞ്ഞ, അതായത് ഡയസിലേക്ക് വിളിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ പ്രോട്ടോകോളിനുള്ള ആളിനെ ആദ്യം ഡയസിലേക്ക് വിളിക്കുക. അതിനുശേഷം അടുത്ത പ്രോട്ടോകോളിലുള്ള ആളിനെ വിളിക്കുക. അങ്ങനെ ഓർഡർ അവസാനം വിളിക്കുന്നത് പ്രോട്ടോകോൾ നമ്പർ 2, അതായത് ചീഫ് ഗസ്റ്റ്. ചീഫ് ഗസ്റ്റിനെ ഏറ്റവും അവസാനം വിളിക്കുക. ഓക്കെ. ഫോർ ഓൾ അതർ പർപ്പസസ് ലയൻസ് ആർ ടു ബി റെക്കഗ്നൈസ്ഡ് ഇൻ ദി ഓർഡർ ഓഫ് ദെയർ പ്രോട്ടോകോൾ. ഡയസിലേക്ക് വിളിക്കുമ്പോൾ മാത്രമാണ് ഈ റിവേഴ്സ് പ്രോട്ടോകോൾ പാലിക്കേണ്ടത്. അല്ലാത്തപ്പോഴെപ്പോഴും നമ്മൾ അഡ്രസ് ചെയ്യുമ്പോഴും ഫെലിസിറ്റേഷന് വിളിക്കുമ്പോഴും ബാക്കി എന്ത് കാര്യം ചെയ്താലും അവരുടെ പ്രോട്ടോകോൾ ഓർഡറിൽ, അതായത് പ്രോട്ടോകോൾ കൂടിയ ആളിനെ ആദ്യം വിളിക്കണം, കുറഞ്ഞ ആളിനെ രണ്ടാമത് വിളിക്കണം, അതിന്റെ കുറഞ്ഞ ആളിനെ രണ്ടാമത് വിളിക്കണം, ഏറ്റവും പ്രോട്ടോകോൾ കുറഞ്ഞ ആളിനെ ഏറ്റവും അവസാനം വിളിക്കണം. ഡയസിലേക്ക് വിളിക്കുന്നതിന് മാത്രം റിവേഴ്സ് ഓർഡർ ഇസ് ടു ബി ഫോളോ. അല്ലാത്ത എല്ലാ പർപ്പസിനും ആക്ച്വൽ പ്രോട്ടോകോൾ ഓർഡർ ആണ് പാലിക്കേണ്ടത്. ഡിസ്ട്രിക്ട് പ്രോട്ടോകോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും.
district governor have the authority to appoint some cabinet members other than the ranks mentioned in the international protocol. ഇപ്പൊ ഞാൻ ഇന്റർനാഷണൽ പ്രോട്ടോകോൾ കാണിച്ചപ്പോൾ അതിനകത്ത് കുറെ പോസ്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. DCS, DCT, പിന്നെ മറ്റേ GSC, FWC ഡിസ്ട്രിക്ട് കോർഡിനേറ്റേഴ്സ്, അത് കഴിഞ്ഞാൽ RC, ZC, അത്രയും പോസ്റ്റുകളേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ ക്യാബിനറ്റിൽ അത്രയും പോസ്റ്റുകളല്ലല്ലോ, അല്ലാതെ ധാരാളം പോസ്റ്റുകളില്ലേ. ആ പോസ്റ്റുകൾ ഡിസ്ട്രിക്ട് ഗവർണർ ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്റുകളാണ്. അത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ഗവർണർക്ക് ഇവരെയൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കാം. അതാണ് ഡിസ്ട്രിക്ട് പ്രോട്ടോകോൾ. പക്ഷേ ആഫ്റ്റർ അപ്പോയിന്റ് ഓൾ ക്യാബിനറ്റ് മെമ്പേഴ്സ് ഫോർ എ പർട്ടിക്കുലർ ഇയർ, ഡിസ്ട്രിക്ട് ഗവർണർ ഡിക്ലെയർസ് എ ഡിസ്ട്രിക്ട് പ്രോട്ടോകോൾ. പക്ഷെ അതിലൊരു പ്രത്യേകതയുള്ളത്, ദിസ് പ്രോട്ടോകോൾ ഷുഡ് നോട്ട് ബി ഇൻ കോൺട്രഡിക്ഷൻ വിത്ത് ദി ഇന്റർനാഷണൽ പ്രോട്ടോകോൾ. ഇന്റർനാഷണൽ പ്രോട്ടോകോളിനെ തിരിച്ചു മറിക്കാൻ പാടില്ല. ഇന്റർനാഷണൽ പ്രോട്ടോകോളിലുള്ള 2 പോസ്റ്റുകളുടെ ഇടയ്ക്ക് വേറെ ഒരാളിനെ വേണേ കയറ്റിയിടാം. പക്ഷെ ഈ ഇന്റർനാഷണൽ പ്രോട്ടോകോളിലുള്ള 2 പേരെ വ്യത്യാസം വരാൻ പാടില്ല. ഇന്റർനാഷണൽ പ്രോട്ടോകോളിന് വ്യത്യാസം വരാത്ത രീതി വേണം ഈ പുതിയ ആൾക്കാരെ ആ പ്രോട്ടോകോളിൽ ചേർക്കേണ്ടത്. ക്ലിയർ അല്ലേ? ദെൻ ഇനി ഇതാണ് മെയിൻ കാര്യങ്ങൾ. ഇനി കുറച്ച് ഇതിനുള്ള ടിപ്സും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആകും. പ്ലീസ് ലിസൺ. ഹെഡ് ടേബിൾ സീറ്റിംഗ്. ഹെഡ് ടേബിൾ സീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓഡ് നമ്പർ ഓഫ് സീറ്റ്സ് ഇൻ ദി ഹെഡ് ടേബിൾ. ഹെഡ് ടേബിൾ ഓഡ് നമ്പർ ഓഫ് സീറ്റ്സ് ആയിരിക്കണം. 5, 7, 9 അങ്ങനെ ആയിരിക്കണം. നിങ്ങളൊരു RCO, ZCO ഒരു ക്ലബിൽ പോയി കഴിഞ്ഞാൽ, DGUCT നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് സീറ്റ് നമ്പർ ഓഫ് സീറ്റ് ഓടാണോ ഇവരാണോ നിങ്ങൾ ശ്രദ്ധിക്കണം. ക്ലബിന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് പറഞ്ഞ് കറക്റ്റ് ചെയ്യണം. ഓഡ് നമ്പർ ഓഫ് സീറ്റ്സ് ആയിരിക്കണം ഹെഡ് ടേബിളിൽ ഉണ്ടായിരിക്കേണ്ടത്. അതിൽ ചെയർമാൻ ഓഫ് ദി മീറ്റിംഗ് ഇൻ ദി സെന്റർ. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രിസൈഡ് ചെയ്യുന്ന ആരാണോ അദ്ദേഹം സെന്ററിൽ ഇരിക്കണം. ചീഫ് ഗസ്റ്റ് റൈറ്റ് ഓഫ് ദി ചെയർമാൻ. നമ്മൾ ഡയസിലേക്ക് ഓഡിയൻസിനെ ഫേസ് ചെയ്തിരിക്കുമ്പോൾ ചെയർമാന്റെ റൈറ്റ് സൈഡിൽ ചീഫ് ഗസ്റ്റ് വരണം. ഓക്കെ. ഗസ്റ്റ് ഓഫ് ഓണർ ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയർമാന്റെ ലെഫ്റ്റിൽ വരണം. ദെൻ അറേഞ്ച് ആൾട്ടർനേറ്റീവ്ലി. ദെൻ പ്രോട്ടോകോൾ ഓർഡർ അനുസരിച്ച് 1, 2, 3, 4, 5, 6 2 സൈഡിലേക്കും ഇങ്ങനെ മാറി മാറി അറേഞ്ച് ചെയ്യണം. ഞാൻ പിക്ചറിക്കലായിട്ട് അത് കാണിച്ചു തരാം. അതായത് ഇതാണ് പ്രോട്ടോകോൾ നമ്പർ 1. ഇത് കണ്ടില്ലേ, നടുക്കിരിക്കുന്നതാണ് പ്രോട്ടോകോൾ നമ്പർ 1, പ്രിസൈഡിംഗ് ഓഫീസർ. അദ്ദേഹത്തിന്റെ റൈറ്റിൽ പ്രോട്ടോകോൾ നമ്പർ 2 വന്നു, ലെഫ്റ്റിൽ 3, ദെൻ 4 അഗൈൻ റൈറ്റ്, 5, 6, 7 അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യണം. ഓഡിയൻസിന്റെ സ്ഥാനം ഞാൻ കാണിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഈ അതിന്റെ വേറൊരു കൺഫ്യൂഷനാണ് സ്പൗസസ് വരുമ്പോൾ ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളത്. അതാണ് ഞാൻ ഇവിടെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ സ്പൗസ് ഹാസ് ടു ബി സീറ്റഡ് ഓൺ ഹെഡ് ടേബിളിലെ സ്പൗസിനെ വിളിക്കുകയാണെങ്കിൽ, എല്ലാവരുടെയും സ്പൗസിനെ വിളിക്കണ്ട, പ്രിസൈഡിംഗ് ഓഫീസറുടെ സ്പൗസിനെ വേണേ വിളിക്കാം. അത് കഴിഞ്ഞാൽ ചീഫ് ഗസ്റ്റ്, ഗസ്റ്റ് ഓഫ് ഓണർ മാക്സിമം. അതിൽ കൂടുതൽ സ്പൗസസിനെ വിളിച്ചു കഴിഞ്ഞാൽ ആകെപ്പാടെ കൺഫ്യൂഷൻ ആകും. എല്ലാവരുടെയും കൂടെ സ്പൗസസിനെ ഡയസിലേക്ക് വിളിക്കരുത്. വേണേ പ്രിസൈഡിംഗ് ഓഫീസർ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അദ്ദേഹത്തിന്റെ ക്ലബ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വൈഫിനെ അടുത്തിരുത്തണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്, അദ്ദേഹത്തെ വിളിക്കാം. അങ്ങനെ പ്രിസൈഡിംഗ് ഓഫീസറിന്റെ വൈഫ് ആകാം. ചീഫ് ഗസ്റ്റിന്റെ വൈഫ് ഉറപ്പായിട്ടും ഡിസ്ട്രിക്ട് ഗവർണർ വരുമ്പോൾ ഡിസ്ട്രിക്ട് ഗവർണറുടെ വൈഫിനെ വിളിച്ചിരിക്കണം. അത് മസ്റ്റ് ആണ്. പിന്നെ ഗസ്റ്റ് ഓഫ് ഓണറും വേണമെങ്കിൽ സ്പൗസിനെ വിളിക്കാം, നിർബന്ധമില്ല. അപ്പം സ്പൗസസിനെ വിളിക്കുകയാണെങ്കിൽ ഡിഗ്നറ്ററി ആൻഡ് സ്പൗസ് ടുഗദർ മേ ബി കൺസിഡേർഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. ഞാൻ നേരത്തെ വരച്ച് ആ പടം ഉണ്ടല്ലോ 1, 2, 3 എന്നിട്ട് അതിനകത്ത് ആ 2 എന്നുള്ള പൊസിഷൻ ആണ് ചീഫ് ഗസ്റ്റിന്റെ. ആ 2 ഡിസ്ട്രിക്ട് ഗവർണറും സ്പൗസും കൂടെ ചേർന്നിട്ടുള്ള സിംഗിൾ യൂണിറ്റ് ആയിട്ട് കണക്കാക്കുക. അങ്ങനെ കണക്കാക്കിയാൽ കൺഫ്യൂഷൻ ഉണ്ടാകില്ല. അത് ഞാൻ ഒരു പിക്ചോറിയൽ പ്രസന്റേഷൻ കൂടെ ഉണ്ട്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആകും. അതായത് സ്പൗസ് ഉണ്ടെങ്കിൽ സ്പൗസും ആ വ്യക്തിയും കൂടെ ചേർത്തിട്ട് ഒറ്റ ഒരു യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അലോട്ട് സീറ്റ് അപ്പോഴെപ്പോഴും സ്പൗസിന് ഈ ആരുടെ സ്പൗസ് ആണോ അദ്ദേഹത്തിന്റെ അടുത്ത് സീറ്റ് കൊടുക്കണം. നെക്സ്റ്റ് ടു ദി ഡിഗ്നിറ്ററി. അലോട്ട് സീറ്റ് ടു സ്പൗസ് നെക്സ്റ്റ് ടു ദി ഡിഗ്നിറ്ററി. മനസ്സിലായില്ല? അപ്പൊ ചീഫ് ഗസ്റ്റിന്റെ സ്പൗസ് ഉണ്ടെങ്കിൽ, അല്ലെ ഡിസ്ട്രിക്ട് ഗവർണറുടെ സ്പൗസ് അതിന്റെ ഗവർണർ തൊട്ടടുത്തായിരിക്കണം സ്പൗസ് ഇരിക്കേണ്ടത്. ഗസ്റ്റ് ഓഫ് ഓണറിന്റെ സ്പൗസ് ഉണ്ടെങ്കിൽ ഗസ്റ്റ് ഓഫ് ഓണറിന്റെ അടുത്തായിരിക്കണം ഗസ്റ്റ് ഓഫ് ഓണറിന്റെ സ്പൗസ് ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ പ്രിസൈഡിംഗ് ഓഫീസറുടെ സ്പൗസ് ഉണ്ടെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ തൊട്ടടുത്തായിരിക്കണം പ്രിസൈഡിംഗ് ഓഫീസറുടെ സ്പൗസ് ഇരിക്കേണ്ടത്. ടുഗദർ സ്പൗസ് സീറ്റ് നമ്പർ ഓഫ് സീറ്റ് ഷുഡ് ബി ഓഡ് ആസ് ഫാർ ആസ് പോസിബിൾ. കഴിവതും ഈ സ്പൗസസ് വന്നാൽ കൂടി നമ്പർ ഓഫ് സീറ്റ്സ് ഓടാക്കാൻ ശ്രമിക്കുക. ഇൻ കേസ് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പ്രസിഡന്റും വൈഫും കൂടെ ചേർന്ന ഒരു സീറ്റായിട്ട് നമ്മൾ മനസ്സിലും കൂട്ടിയാൽ മതി. പക്ഷേ അക്കോർഡിംഗ് ടു മീ ഇറ്റ് ഈസ് ബെറ്റർ ടു ബി
നമ്പർ ഓഫ് സീറ്റ്സ് ഷുഡ് ബി ഓഡ്. അതാണ് എപ്പോഴും നല്ലത്. നമ്മൾ ഡയസിലേക്ക് നോക്കുമ്പോൾ പ്രസിഡന്റ് നടുക്കിരിക്കുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് വരണമെങ്കിൽ അത് നമ്പർ ഓഫ് സീറ്റ്സ് ഓഡ് ആണെങ്കിലേ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ ഹെഡ് ടേബിൾ ഇടുവാണെങ്കിലും അത് നടുക്കായിരിക്കണം. ആ ഹെഡ് ടേബിളിന് നടുക്കായിരിക്കണം ചീഫ് പ്രിസൈഡിംഗ് ഓഫീസർ വരേണ്ടത്. ഓക്കെ, ഇതാണ് സ്പൗസ് ഇരിക്കുമ്പോഴുള്ള പൊസിഷൻ. അതായത് പ്രസിഡന്റിന്റെ സ്പൗസ് വരികയാണെങ്കിൽ പ്രസിഡന്റിന്റെ ലെഫ്റ്റിൽ ഇരിക്കണം സ്പൗസ്. എന്തുകൊണ്ടായെന്ന് വെച്ചാൽ റൈറ്റ് ചീഫ് ഗസ്റ്റിന്റെ പൊസിഷനാണ്. റൈറ്റിൽ ഇരുത്തി കഴിഞ്ഞാൽ ചീഫ് ഗസ്റ്റിന്റെ പൊസിഷന് അത് മോശമാണ്, അതൊരിക്കലും വരാൻ പാടില്ല. അതുകൊണ്ട് പ്രസിഡന്റിന്റെ വൈഫ് വരികയാണെങ്കിൽ പ്രസിഡന്റിന്റെ ലെഫ്റ്റിൽ ഇരുത്തുക. അതുപോലെ ഡിസ്ട്രിക്ട് ഗവർണറുടെ വൈഫ് വരികയാണെങ്കിൽ അതിന്റെ റൈറ്റിൽ ഇരുത്തുക. മനസ്സിലായില്ലേ? സിമിലർലി ഗസ്റ്റ് ഓഫ് ഓണറിന്റെ വൈഫ് വരികയാണെങ്കിൽ ഗസ്റ്റ് ഓഫ് ഓണറിന്റെ ലെഫ്റ്റിൽ ഇരുത്തുക. മനസ്സിലായില്ലേ? അപ്പൊ ഇവരുടെ ആരുടെയും ഈ 1-ന്റെയും 2-ന്റെയും 3-യുടെയും പൊസിഷനെ അത് ബാധിക്കുന്നില്ല. അതേസമയം നമ്മൾ ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ പൊസിഷന്റെ പ്രോട്ടോകോൾ ബാധിക്കും. അതാണ് അതിന്റെ സിമ്പിൾ ലോജിക്. അപ്പൊ സ്പൗസ് ഉണ്ടെങ്കിൽ സ്പൗസിനെ അടുത്തിരുത്തുക, ഈ രീതിയിൽ അറേഞ്ച് ചെയ്യുക. ഓക്കെ, ഇനി മീറ്റിംഗ് എഫക്റ്റീവ് ആക്കാനുള്ള ചില ടിപ്സ് ആണ്. പ്രിപ്പയർ അജണ്ട ഇൻ അഡ്വാൻസ്, പ്ലേസ് ഇൻ ദി ഹെഡ് ടേബിൾ. പലപ്പോഴും നമ്മൾ ചില മീറ്റിങ്ങുകൾക്ക് ചെല്ലുമ്പോൾ മീറ്റിംഗ് സ്ഥലത്ത് നിന്നും അജണ്ട എവിടെയെന്ന് ചോദിക്കുന്നതാണ്. അങ്ങനെ ഒരിക്കലും വരരുത്. അജണ്ട നേരത്തെ പ്രിപ്പയർ ചെയ്യണം. അറ്റ്ലീസ്റ്റ് 2-3 കോപ്പീസ് ഹെഡ് ടേബിളിൽ ഉണ്ടായിരിക്കണം. ഒന്ന് പ്രിസൈഡിംഗ് ഓഫീസറുടെ മുമ്പിലും, ഒന്ന് ചീഫ് ഗസ്റ്റിന്റെ മുമ്പിലും, ഒന്ന് ഗസ്റ്റ് ഓഫ് ഓണർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ. ഇത്രയും 3 കോപ്പിയെങ്കിലും കമ്പൽസറി ആണ്. പിന്നെ MC ഉണ്ടെങ്കിൽ MC-യുടെ കയ്യിലും ഒരെണ്ണം ഉണ്ടായിരിക്കും. സോ പ്രിപ്പയർ അജണ്ട ഇൻ അഡ്വാൻസ് ആൻഡ് പ്ലേസ് ഓൺ ദി ഹെഡ് ടേബിൾ. അലോട്ട് ടൈം ഫോർ ഈച്ച് സ്പീക്കർ ഇൻക്ലൂഡിങ് ചീഫ് ഗസ്റ്റ്. ഇത് വളരെ ഇതായിട്ട് ഞാൻ എഴുതിയതാണ്. ഓരോ സ്പീക്കറിനും ടൈം അലോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ മീറ്റിംഗ് നീണ്ടുപോകും. നമ്മൾ പലരും ഉണ്ട് മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ മൈക്ക് മാറ്റിവെക്കാൻ മടിയുള്ളവരുണ്ട്. അപ്പൊ അതുകൊണ്ട് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അലോട്ട് ടൈം ഫോർ ഈച്ച് സ്പീക്കർ. അതായത് നമ്മൾ അജണ്ട എഴുതുമ്പോൾ അജണ്ടയിൽ തന്നെ ഒരു വ്യക്തിക്കുള്ള ടൈം വ്യക്തമായിട്ട് കാണിക്കുക. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലാകും. അപ്പൊ ഡിസ്ട്രിക്ട് ഗവർണർ ആണെങ്കിൽ പോലും ഡിസ്ട്രിക്ട് ഗവർണർക്ക് നമ്മൾ 20 മിനിറ്റ്സ് അലോട്ട് ചെയ്തെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കും, ഓ എനിക്ക് ക്ലബ് 20 മിനിറ്റ്സ് ആയിരിക്കുന്നത്. അദ്ദേഹം ആ 20 മിനിറ്റ്സിൽ തീർക്കാൻ ഒരു ശ്രമം നടത്തും. അതല്ല നീണ്ടുപോയാലും മാക്സിമം ഒരു 5 മിനിറ്റിൽ കൂടെ തീർക്കത്തില്ല പലരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ടൈം നേരത്തെ അലോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സാമ്പിൾ അജണ്ട ഇത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതായത് ആ ഐറ്റത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ ടൈം കാണിക്കുക. ഇൻവൈറ്റിംഗ് ഡിഗ്നിറ്ററി ടു ദി ഡയസ്. ദെൻ 8 മണിക്കാണ് തുടങ്ങുന്നെങ്കിൽ നെക്സ്റ്റ് ഐറ്റം മീറ്റിംഗ് കോൾ ടു ഓർഡർ ഗവർണർ പ്രസിഡന്റ്. ദെൻ ഇൻവോക്കേഷൻ, ഫ്ലാഗ് സല്യൂട്ടേഷൻ, സൈലന്റ് ഫെയർ ഫോർ വേൾഡ് പീസ്, വെൽക്കം സ്പീച്ച്. ഇനി നമുക്ക് നോക്കി അറിയാം വെൽക്കം സ്പീച്ച് ചെയ്യാൻ എത്ര ടൈം ഉണ്ട് ഇവിടെ. വെൽക്കം സ്പീച്ച് തുടങ്ങുന്നത് 8:07. അടുത്ത ആള് പ്രസിഡൻഷ്യൽ അഡ്രസ് തുടങ്ങുന്നത് 8:10. ദാറ്റ് മീൻസ് വെൽക്കം അഡ്രസ് പേഴ്സൺ ഹാവ് ഓൺലി 3 മിനിറ്റ്സ്. അപ്പൊ അദ്ദേഹത്തിന് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ചിലര് ബ്രാക്കറ്റിൽ 3 മിനിറ്റ്സ് എന്ന് എഴുതും. അതിനേക്കാളും നല്ലത് ഇതാണ്, ഈ രീതിയിൽ എഴുതുക. അതുപോലെ തന്നെ പ്രസിഡൻഷ്യൽ അഡ്രസ് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ചീഫ് ഗസ്റ്റ് 8:10, 8:15 ഇന്റർനാഷണൽ ചീഫ് ഗസ്റ്റ്. ദാറ്റ് മീൻസ് പ്രസിഡൻഷ്യൽ അഡ്രസ് 5 മിനിറ്റ്സ്. കീനോട്ട് അഡ്രസ് കണ്ടില്ലേ, കീനോട്ട് അഡ്രസ് 8:20 തുടങ്ങി 8:40 ഫെലിസിറ്റേഷൻ തുടങ്ങി. ദാറ്റ് മീൻസ് ചീഫ് ഗസ്റ്റ് അല്ലെ കീനോട്ട് അഡ്രസ് പേഴ്സൺ ഹാവ് 20 മിനിറ്റ്സ്. ഇത് കാണുമ്പോൾ ഇപ്പം ഡിസ്ട്രിക്ട് ഗവർണർക്ക് മനസ്സിലാവും, അല്ലെ ചീഫ് ഗസ്റ്റ് മനസ്സിലാവും, എനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സമയം 20 മിനിറ്റ് ആണ്. അതിനുള്ളിൽ തീർക്കാൻ അവർ ശ്രമം നടത്തും. ചീഫ് ഗസ്റ്റ് മാത്രം ഇച്ചിരി നീണ്ടുപോയാലും വലിയ വ്യത്യാസം വരില്ല. സോ പ്ലീസ് മേക്ക് അജണ്ട ലൈക്ക് ദിസ്. ഓക്കെ, ഇത് സാമ്പിൾ അജണ്ടയാണ്. എല്ലാ മീറ്റിംഗിലും ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാൽ എനി അജണ്ട ഇതിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ മീറ്റിംഗ് പ്രൊസീജിയർ. ഇൻവൈറ്റ് ചെയർമാൻ ടു ദി ഡയസ് ഫസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു. ആൻഡ് ദെൻ റിവേഴ്സ് ഓർഡർ ഓഫ് പ്രോട്ടോകോൾ. ഇൻവൈറ്റ് ചീഫ് ഗസ്റ്റ് ലാസ്റ്റ്. ചീഫ് ഗസ്റ്റിനെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു എസ്കോർട്ടും സ്റ്റാൻഡിംഗ് അവേഷനും കൊടുക്കുക. ചില ക്ലബുകളിൽ കാണാറുണ്ട് പലർക്കും ഈ സ്റ്റാൻഡിംഗ് അവേഷൻ കൊടുക്കാൻ പറയും. അങ്ങനെ ചെയ്യരുത്. ഒരു ഫംഗ്ഷന് ഒരാൾക്ക് സ്റ്റാൻഡിംഗ് അവേഷൻ കൊടുത്താൽ മതി. ദാറ്റ് ഷുഡ് ബി ചീഫ് ഗസ്റ്റ്. ഇനി ഗസ്റ്റ് ഓഫ് ഓണർ വളരെ ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണെങ്കിൽ ഗസ്റ്റ് ഓഫ് ഓണറിനും കൂടെ വേണമെങ്കിൽ കൊടുക്കാം. മാക്സിമം 2, 1 മതിയെന്നാണ് എന്റെ അഭിപ്രായം. ചീഫ് ഗസ്റ്റിന് മാത്രം സ്റ്റാൻഡിംഗ് അവേഷൻ ആൻഡ് അദ്ദേഹത്തിന് നമ്മൾ ഒരു ആള് എസ്കോർട്ട് ചെയ്യുക. അപ്പം ചീഫ് ഗസ്റ്റ് വിത്ത് സ്പൗസ് ആണെങ്കിൽ ഒരു ഫാമിലി തന്നെ അവരെ എസ്കോർട്ട് ചെയ്ത് ഡയസിന്റെ അടുത്ത് വരെ കൊണ്ടുപോകും. ഓക്കെ, പ്രോട്ടോകോൾ ഈസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ഓൺലി ബൈ വൺ. ദാറ്റ് ഈസ് അനദർ തിങ്. നമ്മുടെ പല മീറ്റിങ്ങുകളും കാണുമ്പോൾ എല്ലാവരും ഡയസിലിരിക്കുന്ന എല്ലാവരുടെയും പേരെടുത്ത് പറയും.
പ്രിസൈഡിംഗ് ഓഫീസർ, ചീഫ് ഗസ്റ്റ്, ഗസ്റ്റ് ഓഫ് ഓണർ, സോൺ ചെയർമാൻ, റീജിയൻ ചെയർമാൻ, DCS എന്ന് പറയുന്ന എല്ലാവരുടെയും പേര് പറയും. അങ്ങനെ പറയരുത്. പ്രോട്ടോകോൾ ഒരാൾ എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി. അത് ശരിക്കും ചെയ്യേണ്ടത് ചെയർമാൻ ഓഫ് ദി മീറ്റിംഗ്, അതായത് പ്രിസൈഡിംഗ് ഓഫീസർ ആണ് ചെയ്യേണ്ടത്. ഇനി ചില ക്ലബ്ബുകളിൽ ചെയർമാൻ അല്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർ, പ്രസിഡന്റ് അത്ര സംസാരിക്കാൻ ഫ്ലുവന്റ് അല്ലാത്ത ആളാണ്, അല്ലെങ്കിൽ നല്ല പ്രാസംഗികൻ അല്ലെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തില്ല എന്നിരിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ചീഫ് ഗസ്റ്റ് അത് നോട്ട് ചെയ്തിട്ട് അദ്ദേഹം പ്രോട്ടോകോൾ ഓർഡർ എസ്റ്റാബ്ലിഷ് ചെയ്യും. മിക്കവാറും ഏത് ചീഫ് ഗസ്റ്റ് ആണെങ്കിലും, നമ്മുടെ ലയൻസ് ചീഫ് ഗസ്റ്റ് ആണെങ്കിൽ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളാണ് ശരിക്കും പ്രോട്ടോകോൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. വേറൊരു കാര്യം കൂടെ ചെയ്യാം. ഇനി ചെയർമാൻ പ്രോട്ടോകോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ അതിന് മുമ്പ് വരുന്ന വെൽക്കം സ്പീക്കർ അദ്ദേഹത്തിന് വേണേൽ പ്രോട്ടോകോൾ എസ്റ്റാബ്ലിഷ് ചെയ്യാം. എന്തായാലും ഒരു മീറ്റിങ്ങിന് ഒരാളെ പ്രോട്ടോകോൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഡയസിലിരിക്കുന്ന എല്ലാവരെയും സല്യൂട്ടേഷനിൽ അഡ്രസ് ചെയ്തിട്ട് തുടങ്ങുന്നത് ഒരാൾ മാത്രം ചെയ്താൽ മതി. എല്ലാവരും അത് ചെയ്യരുത്. ബാക്കിയുള്ളവരൊക്കെ ചെയ്യേണ്ടത് ചെയർമാൻ, ചീഫ് ഗസ്റ്റ് ആൻഡ് അതർ ഡിഗ്നിറ്ററീസ് എന്ന് മാത്രം പറഞ്ഞ് മുന്നോട്ട് പോവാം. വെറുതെ സല്യൂട്ടേഷന് വേണ്ടി ഒത്തിരി സമയം കളയരുത്. ഇത് നമ്മൾ പല ക്ലബ് മീറ്റിങ്ങിനും ഈവൻ ഡിസ്ട്രിക്ട് മീറ്റിങ്ങുകൾക്കും എല്ലാം നമ്മൾ കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. വെറുതെ മീറ്റിംഗ് നീണ്ടുപോകും. ഓക്കെ, സോ ഓൺലി വൺ പേഴ്സൺ ഹൗ ടു എസ്റ്റാബ്ലിഷ് പ്രോട്ടോകോൾ. ബാക്കിയുള്ളവര് ചെയർമാൻ, ചീഫ് ഗസ്റ്റ് ആൻഡ് അതർ ഡിഗ്നിറ്ററീസ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുക. ഓക്കെ, ഇൻവൈറ്റ് ചെയർമാൻ ടു ദി ഡയസ് ഫസ്റ്റ് ആൻഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ലിമിറ്റ് ഫെസിലിറ്റേഷൻ ടു 2 or 3. ഫെലിസിറ്റേഷൻസ് ഒത്തിരി കൂടുതലാക്കരുത്. പ്രോട്ടോകോള് നോക്കിയിട്ട് മറ്റോ വരുന്നവരെ ഗസ്റ്റുകൾക്ക് ഒരു വിഷമം വരാത്ത രീതിയിൽ ലിമിറ്റ് ചെയ്ത് പ്രോട്ടോകോൾ ഫെലിസിറ്റേഷൻ വിളിക്കുക. ഫോർ എക്സാമ്പിൾ, ക്യാബിനറ്റ് ന്യൂക്ലിയസിലെ 3-4 പേര് വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും കൂടെ നമ്മൾ ഫെലിസിറ്റേഷൻ വിളിച്ചാൽ ഒത്തിരി സമയം എടുക്കും. അവരോട് തന്നെ പറഞ്ഞിട്ട് അതിൽ ഒരാളിനെ വിളിക്കുക. ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി വിളിച്ചിട്ട് അവര് ബാക്കി എല്ലാവരെയും റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ഒരാൾ മാത്രം വിളിക്കുക. അങ്ങനെ ഫെലിസിറ്റേഷൻ 2 or 3 ആക്കി കുറയ്ക്കുക. ഓക്കെ, പിന്നെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞുള്ള പീരീഡ് ആണെങ്കിൽ നമ്മൾ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് സമയം കൊടുക്കാം. Some important tips. In induction meetings, new members have to be introduced before introducing inducting officer. ഇത് ചിലർക്ക് കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അതായത് ഇൻഡക്ടിങ് ഓഫീസറെ, അതായത് ചീഫ് ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം പുതിയ മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് ചെയ്യരുത്, തിരിച്ചാണ് ചെയ്യേണ്ടത്. ഫോർ എനി സ്പീക്കർ, നമ്മളൊരു സ്പീക്കറെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അഡ്രസ്സിന് തൊട്ട് മുമ്പായിരിക്കണം. അപ്പൊ ഇൻഡക്ടിങ് ഓഫീസർ അഡ്രസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിരിക്കണം അദ്ദേഹത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് മറ്റൊരു മെമ്പർ, അതായത് ന്യൂ മെമ്പേഴ്സിനെ അതിന് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. When lot of persons with the high protocol are available in a meeting, DCT, concerned RC and concerned SRC are only needed to be invited to the dais, and others can be requested to occupy seat in the front row. അതായത് നമ്മുടെ DG വിസിറ്റിന് നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ ടോപ്പ് റാങ്കിങ് ആൾക്കാരെ എല്ലാവരെയും വിളിച്ചു. പക്ഷെ അവരെ എല്ലാവരെയും നമുക്ക് ഡയസിലേക്ക് വിളിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറിയും ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ട്രഷററെയും വിളിക്കുക. അവർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് 2 പോസ്റ്റുകളാണ്. അത് കഴിഞ്ഞ് കൺസേൺഡ് RC, നിങ്ങളുടെ ക്ലബിന്റെ ചാർജുള്ള RC, ചിലപ്പോൾ 3-4 RCമാരെ നിങ്ങൾ വിളിച്ചിട്ടുണ്ടാവും. എല്ലാവരെയും ഡയസിലേക്ക് വിളിക്കേണ്ട, നിങ്ങളുടെ കൺസേൺഡ് RC വിളിക്കുക, കൺസേൺഡ് SRCയെ വിളിക്കുക. അവർ 2 പേരെ ഉറപ്പായിട്ട് വിളിക്കണം. നിങ്ങളുടെ ഇമ്മീഡിയറ്റ് സൂപ്പർവിഷനുള്ള 2 പേരാണ്. അവരെ ഡയസിലേക്ക് വിളിക്കുക. ബാക്കിയുള്ളവരോട് ഫ്രണ്ട് റോ ഓക്യുപ്പൈ ചെയ്യാൻ പറയുക. അവർക്കത് വിഷമം ഉണ്ടാകില്ല, അവർക്ക് മനസ്സിലാകും. അവരെ ഫ്രണ്ട് റോയിൽ ഇരുത്തുക. ഫ്രണ്ട് റോയിൽ ഇരുത്താതിരിക്കരുത്, ഫ്രണ്ട് റോയിൽ ഇരിക്കുക. പിന്നെ പക്ഷെ ഇത് തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. അവരെ മുന്നോട്ട് വിളിച്ചില്ലെങ്കിലും പ്രോട്ടോകോളെ അവര് ഈ ഡയസിലിരിക്കുന്നതിനേക്കാളും മുന്നിൽ തന്നെയാണ്. അപ്പം പ്രോട്ടോകോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആള്, അതായത് പ്രിസൈഡിംഗ് ഓഫീസറോ ചീഫ് ഗസ്റ്റോ വെൽക്കം സ്പീക്കറോ ആരാണോ പ്രോട്ടോകോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അതായത് പ്രിസൈഡിംഗ് ഓഫീസർ, ചീഫ് ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞ എല്ലാവരുടെയും പേര് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, പ്രോട്ടോകോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വ്യക്തി ഇവരെ ഫ്രണ്ടിൽ ഡയസിൽ ഇല്ലാത്തവരെയും കൂടി ആ ഓർഡറിൽ റെക്കഗ്നൈസ് ചെയ്യണം. വൈൽ എസ്റ്റാബ്ലിഷിംഗ് പ്രോട്ടോകോൾ, all persons in the hall, ആ ഹാളിലെ എല്ലാവരെയും ought to be recognized in the order of protocol wherever they are sitting. ഇനി ഞാനൊരു വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളുടെ ക്ലബ് മീറ്റിങ്ങിന് നിങ്ങൾ എല്ലാവരെയും വിളിച്ചു, ഡയസിലേക്ക് കുറച്ചുപേരെ വിളിക്കുന്നുള്ളൂ. ഒരു പാസ് ഗവർണർ ഉണ്ട്, അദ്ദേഹം പറയുകയാണ് ഞാൻ ഡയസിലേക്ക് വരുന്നില്ല, ഫ്രണ്ടിൽ ഇരുന്നോളാം എന്ന് പറയുക. നിങ്ങളുടെ ക്ലബിലെ തന്നെ പാസ് ഗവർണർ ആയിരിക്കും. പക്ഷെ അദ്ദേഹം പ്രോട്ടോകോളിൽ എവിടെയാണ്? ഈ DCS DCT മുമ്പിലാണ്. ഗവർണർ കഴിഞ്ഞാൽ അദ്ദേഹം ആയിരിക്കും പ്രോട്ടോകോൾ ഹയറിലുള്ള ആള്. അപ്പൊ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ അദ്ദേഹം ഫ്രണ്ടിലായി ഇരിക്കുന്നെങ്കിൽ കൂടി ചീഫ് ഗസ്റ്റ്, പ്രിസൈഡിംഗ് ഓഫീസർ, ചീഫ് ഗസ്റ്റ് കഴിഞ്ഞാൽ ആ പാസ് ഡിസ്ട്രിക്ട് ഗവർണറുടെ പേര് പറയണം.
അതിനുശേഷം ഡയസിലുള്ളവരുടെ പേര് പറഞ്ഞാൽ മതി. അതായത് എവിടെയാണ് നമ്മൾ ഇരിക്കുന്നു എന്നുള്ള നോക്കിയിട്ടല്ല പ്രോട്ടോകോൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. ആ ഹോളിൽ എവിടെ ആളിരുന്നാലും അവരുടെ റാങ്ക് അനുസരിച്ച് അവരെ പ്രോട്ടോകോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യണം. ക്ലിയർ ആണെന്ന് തോന്നുന്നു. സംശയം ഉണ്ടെങ്കിൽ പിന്നീട് ചോദിക്കാം. MC മീറ്റിങ്ങുകൾക്ക് നല്ലതാണ്. ഞാൻ പറയുന്നത് കഴിവതും MC-മാരെ ഒഴിവാക്കാം. മാസ്റ്റർ ഓഫ് സെറമണി ലയൻസിലേക്ക് ഡിഗ്നിറ്ററീസിനെ വിളിക്കാൻ MC വേണം, അല്ലെങ്കിൽ അതൊരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കും. പ്രിസൈഡിംഗ് ഓഫീസറെ ആദ്യം വിളിച്ചിരുന്നാലേ അദ്ദേഹത്തിന് മറ്റുള്ളവരെ വിളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഡയസിലേക്ക് ആൾക്കാരെ വിളിക്കുന്നതിന് MC-യെ വെക്കാം. അത് കഴിഞ്ഞാൽ ഈ പ്രിസൈഡിംഗ് ഓഫീസർ ഈസ് എ കേപ്പബിൾ പേഴ്സൺ, നല്ലൊരു ഒറേറ്റർ, നന്നായിട്ട് കമാൻഡിംഗ് ഉള്ള ആളാണെങ്കിൽ MC-യെ വെക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷെ MC-യെ വെക്കുകയാണെങ്കിൽ MC ചെയർമാനെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരരുത്. മനസ്സിലായല്ലേ? ചെയർമാൻ ഷുഡ് നോട്ട് സീക്ക് പെർമിഷൻ ഓഫ് MC. പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട് വിത്ത് ദി പെർമിഷൻ ഓഫ് MC എന്നും പറഞ്ഞ് ചീഫ് ഗസ്റ്റും പ്രിസൈഡിംഗ് ഓഫീസറും സംസാരിക്കുന്നത്. വേണ്ട, നിങ്ങൾക്ക് MC-യുടെ പെർമിഷൻ വേണ്ട. MC ഈസ് ഓൺലി ദെയർ ടു ഹെൽപ്പ് പ്രിസൈഡിംഗ് ഓഫീസർ. MC നിങ്ങളോട് ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒരിക്കലും വരരുത്. അങ്ങനെ പ്രിസൈഡിംഗ് ഓഫീസർ പറയേണ്ട സമയത്ത് MC ഉണ്ടെങ്കിൽ MC സൈലന്റ് ആയിട്ടിരിക്കുക. ഓക്കെ, ചെയർമാൻ ഷുഡ് നോട്ട് സീക്ക് പെർമിഷൻ ഓഫ് MC ഫോർ സേയിങ് എനിത്തിങ് ഡ്യൂറിംഗ് മീറ്റിംഗ്. അപ്പം മീറ്റിംഗ് നടക്കുന്നതിനിടയ്ക്ക് MC ഉണ്ട്, ചെയർമാൻ പ്രിസൈഡിംഗ് ഓഫീസർ ഡയസിലിരിക്കുകയാണ്. അദ്ദേഹം എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ അദ്ദേഹം വിത്ത് ദി പെർമിഷൻ ഓഫ് MC എന്ന് പറയണ്ട, അദ്ദേഹം വെറുതെ മൈക്ക് എടുത്തിട്ട് ഒന്ന് തട്ടിയിട്ട് അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, വിത്ത് ദി പെർമിഷൻ ഓഫ് MC എന്ന് പറയരുത്, അത് തെറ്റാണ്. ഓക്കെ, ഇത്രയാണ് എന്റെ പ്രസന്റേഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്ന അറൌണ്ട് ഹാഫ് ആൻ അവർ എടുത്തു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. മ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. മ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കട്ടെ സാറേ, ഞാൻ ചോദിക്കാനുള്ളതേ, അതായത് ഇപ്പൊ പ്രസിഡന്റ് തന്നെയാണ് വെൽക്കം ആൻഡ് പ്രസിഡൻഷ്യൽ അഡ്രസ് ചെയ്യുന്നതെങ്കിൽ ആദ്യമാണോ വെൽക്കം ചെയ്യേണ്ടത്, അതാ പ്രസിഡൻഷ്യൽ അഡ്രസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വെൽക്കം ചെയ്താൽ മതിയോ? അല്ലല്ല, ഓക്കെ മനസ്സിലായി. അതായത് ശരിക്കും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ചെയ്താൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. അതെ, ഓക്കെ, അങ്ങനെ തന്നെയാണ്. പ്രസിഡൻഷ്യൽ അഡ്രസ് അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, വെൽക്കം, എല്ലാവർക്കും വെൽക്കം പറയുന്നത് ഒറ്റ വാക്കി വെൽക്കം പറഞ്ഞിട്ട് എല്ലാവർക്കും കൂടെ ഒന്ന് ജസ്റ്റ് വെൽക്കം പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാം പറഞ്ഞിട്ട് നൗ ലെറ്റ് മീ മൂവ് ടു മൈ പ്ലസന്റ് ഡ്യൂട്ടി ഓഫ് വെൽക്കമിങ് ഓൾ ഓഫ് യു. ഓക്കെ, താങ്ക് യു സർ. പറഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്നതാണ് അതിന്റെ ഭംഗി. എല്ലാരെയും വെൽക്കം പറഞ്ഞിട്ട് നിർത്തുക. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യാം. അല്ലെ ഞാനൊന്ന് ചോദിച്ചോട്ടെ സാറേ, നമുക്ക് റീജിയൻ ചെയർപേഴ്സണിൽ നമ്മുടെ ലൈഫ് ലോൺ ടൈം ആണ് കിട്ടുന്നത്, സോൺ ചെയർമാനും. ഒരു 8-10 ക്ലബിന്റെ ചാർജാണ് ഒരു RC കിട്ടുന്നത്. പ്രോട്ടോകോൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാം ഒരു DG-യിലേക്ക് വിസിറ്റ് വരുമ്പോൾ ആ റീജിയനിലെ കീഴിൽ വരുന്ന ക്ലബുകളുടെ വിസിറ്റിൽ പ്രോട്ടോകോൾ നോക്കുമ്പോൾ നമ്മുടെ ഡിസ്ട്രിക്ട് 318 25ാം സ്ഥാനത്താണ് റീജിയൻ ചെയർപേഴ്സൺ. അതിനിടയ്ക്കുള്ള ഒരുപാട് സ്ഥാനങ്ങളുണ്ട്, അതിനകത്ത് ഒരുപാട് വ്യക്തികളുണ്ട്. ആ പ്രോട്ടോകോൾ വെച്ച് നമ്മൾ മീറ്റിംഗ് നടത്തിയാൽ അതിനനുസരിച്ചല്ലേ ഇവരെ പ്രസംഗത്തിന് വിളിക്കാനോ മറ്റോ പറ്റുള്ളൂ. അതൊരു ഇഷ്യൂ ഉണ്ടാക്കുന്നില്ലേ ഇവിടെ? ഹസൽവതി, ഞാൻ അതിന്റെ ഒരു കാര്യം പറയാം. ഞാൻ ഈ ഡിസ്ട്രിക്ട് ഗവർണർഷിപ്പിൽ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. നമ്മുടെ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ട് പലർക്കും. അതായത് RC ആയിക്കഴിഞ്ഞാൽ ഒരാളിപ്പോ RC ആയി മാറി, അത് കഴിഞ്ഞാൽ ഞാൻ RC-യെക്കാളും താഴ്ന്ന പോസ്റ്റ് എങ്ങനെയാ ഹോൾഡ് ചെയ്യുന്നത്? അതെനിക്ക് മോശമല്ലേ? എനിക്ക് പ്രൊമോഷൻ കിട്ടണം. പക്ഷേ ലയൺസിന്റെ ഇന്റർനാഷണൽ പ്രോട്ടോകോളിൽ RC കഴിഞ്ഞു കഴിഞ്ഞാൽ ആകപ്പാട് DCS DCT-ക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യും? പക്ഷെ ഇവർക്ക് ആർക്കും താഴേക്ക് പോകാൻ തയ്യാറില്ല. പലരും പിണങ്ങിപ്പോവും. ഈ സിറ്റുവേഷൻ വന്നിട്ടാണ് ഗ്രാജുവലി ഡിസ്ട്രിക്ട് ഗവർണർമാര് ഇടയ്ക്ക് ഒത്തിരി പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തത്. സത്യം പറഞ്ഞാൽ അത് RCs-നെയും SHCs-നെയും നമ്മൾ പ്രോട്ടോകോൾ നോക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ എന്റെ ഗവർണർഷിപ്പ് ഒക്കെ നടന്ന സമയത്ത്, അതായത് 2013-14 കാലഘട്ടത്തിലൊന്നും അത് അത്രയും പരിക്കില്ലായിരുന്നു. നമ്മൾ ADCS ADCT അഡ്വൈസർ 3 കാറ്റഗറി ഇടയ്ക്ക് കയറ്റിയിട്ട് ബാക്കിയുള്ളവരെയൊക്കെ താഴെ തന്നെ വെക്കുമായിരുന്നു. പക്ഷേ പിന്നീട് വന്ന് അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് പല ഗവർണർമാരും അത് കോംപ്രമൈസ് ചെയ്താണ് വേറെ ഒത്തിരി പോസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് മൂളി കൊടുക്കുന്നത്. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ ഡിസ്ട്രിക്ട് ഗവർണർ വളരെ ഇവരെയൊക്കെ അത് പറഞ്ഞ് മനസ്സിലാക്കണം.
പലരും ഇല്ലെന്നുണ്ടെങ്കിലേ ഞാൻ കഴിഞ്ഞ RC ആയിരുന്നു, ഞാൻ ഇനി ഞാൻ താഴത്തെ പോസ്റ്റിൽ പോകുന്നത് എന്നുള്ള ഒരു തോന്നൽ വന്നിട്ട് അവർ സഹകരിക്കാതെ വരും. അതിനു വേണ്ടി വന്ന ഒരു പ്രശ്നമാണത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ക്ലബ്ബ് മീറ്റിങ്ങിൽ വരുമ്പോൾ ഇവരെല്ലാരും ഒന്നും വരില്ലല്ലോ. ഇപ്പൊ നമ്മളെ ഇപ്പൊ ഒത്തിരി പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരെ ആരും നമ്മുടെ ഒരു ക്ലബ്ബിൽ DG വിസിറ്റ് നടത്തുന്നു, നമ്മൾ അവരെയൊക്കെ വിളിക്കുവോ? വിളിക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അനുസരിച്ച് അവരെ വിളിക്കുകയാണേലും അവരെ പ്രോട്ടോകോൾ അനുസരിച്ച് ഫ്രണ്ടിൽ ഇരുത്തിയാൽ മതി, അല്ലാതെ ഡയസിലേക്ക് വിളിക്കണ്ട. ഡയസിലേക്ക് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു DCS, DCT, കൺസേൺഡ് RC, കൺസേൺഡ് ZC, ഇത്രയും പേരെ വിളിച്ചാൽ മതി. അത് കഴിഞ്ഞ് ഫെലിസിറ്റേഷന് വിളിക്കുമ്പോഴും ഇവരെ വിളിച്ചാൽ മതി. ബാക്കി താഴെ ഇരിക്കുന്നവരെ എല്ലാരെയും കൂടെ റെപ്രസെന്റ് ചെയ്ത് വേണേൽ ഒരാളെ വിളിക്കാം. ആ വിളിക്കുകയാണെങ്കിൽ അവരുടെ ആ റാങ്ക് അനുസരിച്ച് തന്നെ വിളിക്കണം. അതായത് DCS DCTയും കഴിഞ്ഞ് ടോപ്പ് റാങ്കിങ് ഒഫീഷ്യൽസ് ഫ്രണ്ടിലിരിക്കുന്ന ആരെങ്കിലും ഒരാളെ പ്രോട്ടോകോളിൽ ഫെലിസിറ്റേഷൻ വിളിക്കുന്നതിന് അവരെ വിളിക്കണം. അത് കഴിഞ്ഞ് RC ZC വിളിക്കാം എന്നുള്ള ഒരു കൺസിഡറേഷൻ എടുക്കാം. എന്തായാലും ഈ ടോപ്പ് റാങ്കിങ് ഓഫീസ് ബെയറേഴ്സിനെ എല്ലാവരെയും കൂടെ നമ്മൾ ഡയസിലേക്ക് വിളിക്കാൻ പറ്റില്ല, വിളിക്കേണ്ട ആവശ്യവുമില്ല. ഫെലിസിറ്റേഷനും അവരെ റെപ്രസെന്റ് ചെയ്ത് വേണം ഒരാൾക്ക് കൊടുത്താൽ മതി. അങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് ഒഴിവാക്കാൻ ഡിസ്ട്രിക്ട് ഗവർണർമാർക്ക് പാടായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം കൊണ്ടാണ് അവർ ഹോൾഡ് ചെയ്ത പൊസിഷനേക്കാൾ ലോവർ റാങ്കിലേക്ക് പോകാൻ പലർക്കും താല്പര്യം കുറവാണ്. പക്ഷേ എനിക്കൊന്നും ഞങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഇല്ലായിരുന്നു. ഞാൻ എന്റെ എക്സാമ്പിൾ പറയാം. ഞാൻ DCS ആയി കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് വർഷം ഡിസ്ട്രിക്ട് ഗവർണർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് DC ഷിപ്പ് മതി, DC മെമ്പർഷിപ്പ്. അന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോസ്റ്റുകളാണ് DC മെമ്പർഷിപ്പ്, DC ലീഡർഷിപ്പ് ഒക്കെ. അത് കഴിഞ്ഞാൽ GMT GLT ഒക്കെ വന്നത്. പക്ഷേ DC പോസ്റ്റ് എന്ന് പറഞ്ഞാൽ RCക്ക് SRCക്കും താഴെയാണ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺസ്. ആ പോസ്റ്റ് കൈകാര്യം ചെയ്യാൻ ഞങ്ങളൊക്കെ അന്ന് തയ്യാറായി. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ പൊതുവെ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇവര് വേറെ ഡിസ്ട്രിക്ട് സെക്രട്ടറി എന്നൊക്കെ പൊസിഷൻ കൊടുത്തിട്ട് RCയുടെ SRCയുടെ മുകളിൽ കൊണ്ട് പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്താലും നാം ഈ പറയുന്ന എന്നാണ് എന്റെ അഭിപ്രായം. ഹലോ ജയചന്ദ്രൻ, കേൾക്കാമോ? കേൾക്കാം സാർ, പറയണം. സാർ മുമ്പേ പറഞ്ഞു ക്ലിയർ ആയി. കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ് ഞാൻ പറഞ്ഞത് സാർ. സംശയം ക്ലിയർ ആയോ? വലിയ ഇൻസൾട്ടിംഗ് ആയിട്ട് തോന്നാറുണ്ട്. എങ്ങനെ? ഈ പ്രോട്ടോകോൾ കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നി. ഇപ്പൊ ഞാൻ നമ്മുടെ ഡിസ്ട്രിക്ട് പ്രോട്ടോകോൾ നോക്കിയാലും ഏറ്റവും അവസാനമാണ് RC ഡിസ്ട്രിക്ട് കിടക്കുന്നത്. പക്ഷെ അത് കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. പക്ഷെ ഇതാണ് പ്രശ്നം. അതുപോലെ തന്നെ MCCക്കാണോ സെക്കൻഡ് VDGക്കാണോ ഫസ്റ്റ് പ്രോട്ടോകോൾ? MCC ഡിസ്ട്രിക്ട് ഗവർണർ കഴിഞ്ഞ് MCC ശരിക്കും MCC മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാൻ അല്ലേ? അതെ അതെ. MCC ശരിക്കും ഡിസ്ട്രിക്ട് ഗവർണറുടെ മുകളിലാണ് പ്രോട്ടോകോൾ. പക്ഷെ ഡിസ്ട്രിക്റ്റിൽ വരുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ ഡിസ്ട്രിക്ട് ഗവർണറാണ്. അതുകൊണ്ട് ഡിസ്ട്രിക്ട് ഫംഗ്ഷന് ഡിസ്ട്രിക്ട് ഗവർണർ കഴിഞ്ഞാൽ ഉടനെ MCC വരുന്നത് കൊണ്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ ട്രിവാൻഡ്രത്തിൽ കിടക്കുന്ന ഫസ്റ്റ് VDG സെക്കൻഡ് VDG കഴിഞ്ഞിട്ടാണ് MCC കിടക്കുന്നത്. MCCയോ? 8ാം സ്ഥാനത്താണ് നടക്കുന്നത്. ഫസ്റ്റ് വൈസ്, അതായത് നമ്മുടെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ഗവർണർ, പാസ്റ്റ് ഇന്റർനാഷണൽ ഡയറക്ടർ, ചെയർപേഴ്സൺ കൗൺസിൽ ഗവർണേഴ്സ്. ശരിയാ, സോറി, PMCC. മൂന്നാം സ്ഥാനത്താണ്. ഡിസ്ട്രിക്ട് ഗവർണർ കഴിഞ്ഞ് എഴുതുന്നത് അതുകൊണ്ടാണ്. ഡിസ്ട്രിക്ട് ഗവർണർ ഡിസ്ട്രിക്റ്റിലെ ഹെഡാണ്, അതുകൊണ്ട് മാത്രം. പക്ഷേ ഇന്റർനാഷണൽ പ്രോട്ടോകോൾ അനുസരിച്ച് MCC അബോ DG. പക്ഷേ ഡിസ്ട്രിക്റ്റിന്റെ പർപ്പസിൽ മാത്രം അത് സെക്കൻഡ് ആയിട്ട് എഴുതുന്നതാണ്. അല്ല, ഇതിപ്പം പാസ്റ്റ് ഇന്റർനാഷണൽ ഡയറക്ടർ കഴിഞ്ഞിട്ടാണ് ഇത് MCC. അതെ, കറക്റ്റ് ആണ്. പാസ്റ്റ് ഇന്റർനാഷണൽ ഡയറക്ടർ MCCക്ക് മുകളിലുള്ള ആളാണല്ലോ. അതെ അതെ. ശരിക്കും PID MCC രണ്ട് പോസ്റ്റുകളും ഡിസ്ട്രിക്ട് ഗവർണർക്ക് മുകളിലുള്ളതാണ്. അതിലെ ഫസ്റ്റ് റാങ്ക് വരുന്ന PID ആണ്. PID കഴിഞ്ഞ് MCC വരുന്നു. അതുകൊണ്ട് താഴേക്ക് എടുത്തിടുമ്പോൾ ഡിസ്ട്രിക്ട് ഗവർണർ കഴിഞ്ഞ് PID MCC വരുന്നത്. ദാറ്റ് ഈസ് കറക്റ്റ്. ജയേന്ദ്ര സർ സംസാരിക്കണം. ജയചന്ദ്രൻ സാർ പറഞ്ഞോളൂ. ഞാൻ ചോദിക്കാനിരുന്നത്, അതായത് ഒരു മീറ്റിംഗില്, ക്ലബ് മീറ്റിംഗില് നമ്മൾ VDG വിസിറ്റ് ആണ്. അപ്പോ ക്ലബിലെ VDG വിസിറ്റ്. അപ്പോൾ പ്രസിഡന്റ് കഴിഞ്ഞിട്ട് 2 VDGമാർ ഇരിക്കുന്നു. അപ്പോൾ ക്ലബിൽ തന്നെ ഒരു PDG ഉണ്ട്. അദ്ദേഹത്തിന്റെ അങ്ങേര് സ്റ്റേജിൽ വരുന്നില്ല, സദസ്സിലിരിക്കുന്നു. അപ്പോൾ അങ്ങേരുടെ പൊസിഷൻ VDGമാർ കഴിഞ്ഞാണോ അതിനു മുമ്പേ ആണോ? ശരിക്കും പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണേഴ്സിന്റെ പൊസിഷൻ VDGമാർ കഴിഞ്ഞാണ്. അല്ലെങ്കിൽ തന്നെ പ്രോട്ടോകോൾ ഞാൻ കാണിച്ചപ്പം പുറകിലേക്ക് പോയാൽ അറിയാം. പുറകിലേക്ക് പോണോ?
വേണ്ട സാർ ഇങ്ങനെ പറഞ്ഞു PDG. അതായത് ഡിസ്ട്രിക്ട് പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം. അതായത് ഞാൻ അതിലേക്ക് പോകാം, എന്തായാലും ഞാൻ പോകുന്നുണ്ട്. DG കഴിഞ്ഞ് IPDG, VDG1, VGDG2 കഴിഞ്ഞാണ് PMCCs പോലും. PDGs അതെ. പക്ഷേ ഈ 5 റാങ്കുള്ള MD കോർഡിനേറ്റേഴ്സ് ഉണ്ട്. FWC, GLT, GMD, GST, LCIM. അത് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് എനിക്ക് തോന്നുന്നത് സുരേഷ് ഉണ്ട്. സുരേഷ് GMD ആണ്. സുരേഷ് ശരിക്കും ഡിസ്ട്രിക്ട് ഗവർണർ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി സുരേഷാണ് വരേണ്ടത്. പക്ഷെ അവിടെ 2 പേര് വരുന്നുണ്ടല്ലോ, ഒരു PID MCC കഴിഞ്ഞാൽ സുരേഷാണ് വരുന്നത്. GMD കഴിഞ്ഞാൽ IPDG, VDG1, VDG2. അവർ 2 പേരും കഴിഞ്ഞാലേ നോർമൽ PMCCസും നോർമൽ PDGസും വരെയുള്ളൂ. ഇപ്പൊ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ അനുസരിച്ച് VDG വിസിറ്റ് ആണ്. VDG വിസിറ്റ് ആകുമ്പോൾ ഡിസ്ട്രിക്ട് ഗവർണർ പ്രിസൈഡിംഗ് ഓഫീസർ, അത് കഴിഞ്ഞാൽ പ്രോട്ടോകോളിൽ കൂടിയ ആള് VDG1, VDG2, പിന്നെ PMCC, PDG ഉണ്ട്. അതിനകത്തൊരു പ്രശ്നമുള്ളത്, അവിടെ ഈ PMCC സുരേഷ് വന്നെന്ന് വെച്ചാൽ MD കോർഡിനേറ്റർ സുരേഷ്. പക്ഷെ അവിടെയും VDG1ഉം VDG2ഉം സുരേഷിന് മുകളിലാകില്ല ആ മീറ്റിങ്ങിന്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ദേ ആർ ഗസ്റ്റ് ആൻഡ് ചീഫ് ഗസ്റ്റ് ആൻഡ് ഗസ്റ്റ് ഓഫ് ഓണർ. അതായത് ചീഫ് ഗസ്റ്റിന്റെ പൊസിഷനും ഗസ്റ്റ് ഓഫ് ഓണറുടെ പൊസിഷനും ഇമ്മെറ്റീരിയൽ ടു ദി ഒഫീഷ്യൽ പ്രോട്ടോകോൾ. അതായത് ഒരു വ്യക്തിയെ നമ്മുടെ ക്ലബിന്റെ ഒരു മീറ്റിങ്ങിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ അദ്ദേഹം പ്രോട്ടോകോൾ നമ്പർ 2 ആണ്. ഗസ്റ്റ് ഓഫ് ഓണർ ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ അദ്ദേഹം പ്രോട്ടോകോൾ നമ്പർ 3 ആണ്. ഇപ്പൊ നിങ്ങൾ VDG വിസിറ്റിന് ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് PDG വിസിറ്റിന് 2 VDGമാരും വരുന്നുണ്ടെങ്കിൽ VDG1 വിൽ ബി ചീഫ് ഗസ്റ്റ് ആൻഡ് VDG2 വിൽ ബി ഗസ്റ്റ് ഓഫ് ഓണർ. അപ്പൊ അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം വരുള്ളൂ. അതായത് പ്രിസൈഡിംഗ് ഓഫീസർ പ്രസിഡന്റ് കഴിഞ്ഞാൽ VDG1, VDG2, അത് കഴിഞ്ഞ് എനി റാങ്ക് ഉള്ളവരും വരുള്ളൂ. ഈവൻ മുരുകൻ സാർ വന്നാലും മുരുകൻ സാറിനെ നിങ്ങൾ ചീഫ് ഗസ്റ്റ് ആയിട്ടും ഗസ്റ്റ് ഓഫ് ഓണർ ആയിട്ടും അവിടെ ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇവര് 2 പേരും കഴിഞ്ഞാലേ മുരുകൻ സാറിന്റെ പൊസിഷൻ വരുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ. ഫോർ എനി മീറ്റിംഗ് പ്രിസൈഡിംഗ് ഓഫീസർ പ്രോട്ടോകോൾ നമ്പർ 1, ചീഫ് ഗസ്റ്റ് ഈസ് പ്രോട്ടോകോൾ നമ്പർ 2, ഗസ്റ്റ് ഓഫ് ഓണർ ഈസ് പ്രോട്ടോകോൾ നമ്പർ 3. പിന്നെ നമ്മൾ ഒഫീഷ്യൽ റാങ്ക് അനുസരിച്ച് കൊടുക്കണം. ക്ലിയർ ആയില്ലേ? ഇതൊരു പുതിയ അറിവാണ്. എങ്ങനെ? ഇതൊരു പുതിയ അറിവാണ്. ഇതെനിക്കും അറിയത്തില്ലായിരുന്നു. ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റു പ്രോട്ടോകോളിന് പുറത്തായി അവരെ യഥാർത്ഥത്തിൽ പ്രോട്ടോകോൾ നമ്പർ 2 ആയി കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളത് ഒരു പുതിയ അറിവായിരുന്നു. അതെ, അത് കറക്റ്റ് ആണ്. അത് കറക്റ്റ് അറിവാണ്, ഒരു തെറ്റുമില്ല. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഒരു ക്ലബിലെ കേസ് പറയാം. ഒരു ക്ലബിൽ നിങ്ങളുടെ ഒരു സാധാരണ മെമ്പർ, അദ്ദേഹം ഒരു IPS ഓഫീസറോ അല്ലെ ടോപ്പ് റാങ്ക് ഓഫീഷ്യലാന്ന് വെച്ചു. നിങ്ങൾ ഒരു മീറ്റിങ്ങിന് അദ്ദേഹത്തിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് നിങ്ങളെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ആ മീറ്റിങ്ങിന് പ്രോട്ടോകോൾ നമ്പർ 2 ആയിരിക്കും. അവിടെ VDG ഉണ്ടെങ്കിലും DG ഉണ്ടെങ്കിലും ആരുണ്ടെങ്കിലും ചീഫ് ഗസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തോ ദാറ്റ് പേഴ്സൺ വിൽ ബി പ്രോട്ടോകോൾ നമ്പർ 2. There is no doubt about it. Okay. നന്ദി പറയപ്പം ചെയർമാൻ ആദ്യം നന്ദി പറയണോ, ചീഫ് ഗസ്റ്റ് ആദ്യം നന്ദി പറയണോ? നന്ദി പറയുമ്പോൾ അതായത് നമ്മൾ വെൽക്കം ചെയ്യുമ്പോൾ ശരിക്കും പ്രസിഡന്റിനെ തന്നെ ആദ്യം വെൽക്കം പറയണം. ഒരു വ്യത്യാസം വരുത്താൻ പാടില്ല. വെൽക്കം പ്രിസൈഡിംഗ് ഓഫീസർക്ക് തന്നെ ആദ്യം പറയണം. പക്ഷേ ഓട്ടോ താങ്ക്സിൽ ചെറിയ റിലാക്സേഷൻ എടുക്കാം. ചീഫ് ഗസ്റ്റിന് വേണേ ആദ്യം പറയാം. ഗസ്റ്റ് ഓഫ് ഓണർ 2 പേരുണ്ടെങ്കിൽ ചീഫ് ഗസ്റ്റും ഗസ്റ്റ് ഓഫ് ഓണർക്ക് പറഞ്ഞിട്ട് പ്രിസൈഡിംഗ് ഓഫീസർക്ക് പറഞ്ഞാലും തെറ്റില്ല. പക്ഷേ ശരിക്കും പ്രോട്ടോകോൾ അനുസരിച്ച് പ്രിസൈഡിംഗ് ഓഫീസർക്ക് തന്നെയാണ് ആദ്യം പറയേണ്ടത്. പക്ഷേ ഡിസ്ട്രിക്ട് ഗവർണർ എല്ലാം ഇരിക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ അതിനൊരു റിലാക്സേഷൻ ഈസ് അലൗഡ്. നോട്ട് ഫോർ വെൽക്കമിങ്, ഓൺലി ഫോർ ഓട്ടോ താങ്ക്സ്. സാർ, അവിടെ ഒരു കറക്ഷൻ ഒരു ഇതുകൂടെ ഉണ്ട്. കാര്യം, ഒന്നാമത്തെ കാര്യം, പ്രിസൈഡിംഗ് ഓഫീസർ നമ്മുടെ സ്വന്തം ആള് തന്നെയാണല്ലോ. അത് അദ്ദേഹത്തിന്റെ ഫംഗ്ഷൻ ആണല്ലോ. അതുകൊണ്ടാണ് അവിടെ നമ്മൾ റിലാക്സേഷൻ നന്ദി പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ആദ്യം പറയാത്തത് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതെ, അത് തന്നെ കറക്റ്റ്. അതാ ഞാൻ പറഞ്ഞത്. അതായത് നന്ദി പറയുമ്പോൾ ചീഫ് ഗസ്റ്റ് പറഞ്ഞോളൂ, അത് തന്നെയാണ് ഫെയർ. അതെ. രണ്ടാമത് ഗസ്റ്റ് ഓഫ് ഓണർ അദ്ദേഹത്തിനും പറഞ്ഞിട്ട് പിന്നെ അവസാനമാക്കരുത്. ഈ 2 പേർക്കും പറഞ്ഞിട്ട് പിന്നെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് പറയണം, പിന്നെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞാൽ. ഓക്കെ.
ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ, സമയം കടന്നു പോകുന്നു. എനിക്ക് ഒരു സംശയമുണ്ട്. കേൾക്കുന്നുണ്ടോ? പറഞ്ഞോ. ഐ ആം ആറ്റിങ്ങൽ പ്രകാശ്, ആറ്റിങ്ങൽ ആണ്. ഞാൻ ഡയസിൽ ഇരുത്താൻ പറ്റും. ഒരു ഡിജി വിസിറ്റ് ഡയസിൽ വരെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കേട്ടില്ല, ക്ലിയർ ആയിട്ട് കേട്ടില്ല. നമ്മളെ ഡിജി വിസിറ്റിന് അല്ലെങ്കിൽ വിസിറ്റിന് എത്ര ആൾക്കാരെ ഡയസിൽ ഇരുത്താൻ പറ്റും? അത് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മള് ഈ ഡയസിന്റെ അല്ലെ ഹോളിന്റെ വിട്ട് നമ്മൾ നോക്കണം. ആ വിട്ടില് നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്ന ആൾക്കാരെ തിങ്ങി വരരുത്. ആൾക്കാർക്ക് ഇറങ്ങാനുള്ള ഒരു സൗകര്യം വേണം. അപ്പൊ ഡിസൈറബിൾ 5 or 7 or മാക്സിമം 9 എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഇത്രയും പേരെ ഉൾപ്പെടുത്തിയിരിക്കണം. പ്രിസൈഡിങ് ഓഫീസർ എന്തായാലും വേണമല്ലോ, ചീഫ് ഗസ്റ്റ് വേണം, അതായത് ഡിസ്ട്രിക്ട് ഗവർണർ വേണം, ഡിസ്ട്രിക്ട് ഗവർണർ സ്പൗസ് വേണം. ഇവർ രണ്ടുപേരെ ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ DCS DCT ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരെയും വേണം. അപ്പൊ എത്ര പേരായി? ഇപ്പൊ ആൾറെഡി 5 ആയി. പിന്നെ നിങ്ങളുടെ കൺസേൺഡ് RC, നിങ്ങളുടെ കൺസേൺഡ് SHC, ഇത്രയും പേര് വേണം. അപ്പൊ 7 പേര് ഉണ്ടെങ്കിൽ ഈ 7 പേരെ ഇരുത്തണം. അല്ലെങ്കിൽ അത് തെറ്റാണ്. 7 പേരെ ഇരുത്തണം. ഇൻ കേസ് ഹോള് വളരെ വീതി കുറഞ്ഞതാണ്, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ RC-മാരോടും SHC-മാരോടും പേഴ്സണലായിട്ട് പറയണം. സാറേ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഹോളിന് വീതി കുറവാണ്, അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഫ്രണ്ട് സീറ്റ് ഓക്യുപ്പൈ എന്ന് പറഞ്ഞിട്ട് അവരെ വേണേൽ ഫ്രണ്ട് ഇരുത്താം. അല്ലെങ്കിൽ ഇത്രയും പേരെങ്കിലും ഇരുത്തണം എന്നാണ് എന്റെ അഭിപ്രായം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. പ്രിസൈഡിംഗ് ഓഫീസർ, ക്ലബ് പ്രസിഡന്റ്, ചീഫ് ഗസ്റ്റ് ഗവർണർ ആൻഡ് ഹിസ് സ്പൗസ്, ദെൻ DCS DCT ഉണ്ട് അവർ 2 പേര്, ദെൻ കൺസേൺഡ് RC, കൺസേൺഡ് SHC. ഇത്രയും പേരെ മസ്റ്റായിട്ട് എഴുതണം. ബാക്കിയുള്ളവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരോട് പറയുക, അവരെ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഫ്രണ്ട് സീറ്റ് ഓക്യുപ്പൈ ചെയ്യാൻ പറയുക. അതാണ് അഭികാമ്യം. ഹെഡ് ടേബിള് ക്രൗഡഡ് ആയി പോകരുത്. ആൾക്കാർക്ക് ഇറങ്ങാനുള്ള സൗകര്യം വേണം, കുത്തി നിറയ്ക്കരുത്. താങ്ക് യു. അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഹെഡ് ടേബിളിന്റെ ഫ്രണ്ടിൽ കൂടെ ക്രോസ് ചെയ്യാൻ പാടില്ല. അപ്പൊ പുറകിലൂടെ ഇറങ്ങിപ്പോളെ സ്പേസ് അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. കറക്റ്റ് സർ? ഓക്കെ, കറക്റ്റ്, യു ആർ കറക്റ്റ്, 100% കറക്റ്റ്. അത് അതർവൈസ് ഇറ്റ് വിൽ ലുക്ക് ഓക്വേർഡ്. ഒരാളുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി പോകുന്നത് ഓക്വേർഡ് ആണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. എനി ഡൗട്ട്സ്? എല്ലാവർക്കും ഒന്നുമില്ലെന്നാണ് തോന്നുന്നത്. അപ്പം ഇതുവരെ വളരെ ഗംഭീരമായി ക്ലാസ്സുകൾ നയിക്കുകയും ഇതുവരെ നമുക്ക് ഒരുപാട് പുതിയ അറിവുകൾ സാറിൽ നിന്ന് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി കൂടുതൽ ആർക്കും സംശയങ്ങളൊന്നുമില്ല, ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് നേരെ നന്ദി പ്രകാശനത്തിലേക്ക് കടക്കുന്നു. ഫസലുദ്ദീൻ സർ, ഇന്നത്തെ ബഹുമാനായ നമ്മുടെ അധ്യക്ഷൻ കബീർദാസ് സർ, ഇനാഗുറൽ ഓഫീസർ PMGF ലയൻ അനിൽകുമാർ സാർ, ഇന്നത്തെ നമ്മുടെ മനോഹരമായ ക്ലാസ് നയിച്ച PMGF ലയൻ എഞ്ചിനീയർ എൻ സദാനന്ദ സർ, ശിവാനന്ദ സാർ, ബഹുമാനരായ ലയൻ നേതാക്കളെ നമസ്കാരം. നമ്മുടെ റോറിംഗ് മൺഡേ എപ്പിസോഡ് 30 നമ്മുടെ ബഹുമാനായ DG ഗവർണറായി ചാർജ് എടുത്തതിന് ശേഷമുള്ള 30ാമത്തെ തിങ്കളാഴ്ച എല്ലാ ദിവസവും വ്യത്യസ്തരായ ട്രെയിനേഴ്സിനെ കൊണ്ടുവന്ന് വ്യത്യസ്തരായ വിഷയങ്ങളിൽ ക്ലാസ് എടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് റോറിംഗ് മൺഡേ. അതിൽ ഇന്നത്തെ ഈ വിഷയം വളരെ ഇൻട്രാക്റ്റീവ് ആയിരുന്നു, വളരെ മനോഹരമായിരുന്നു. കാര്യം സംശയങ്ങൾ കൂടുമ്പോൾ ആ വിഷയത്തിന്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ സീനിയർ മെമ്പർമാർക്ക് പോലും ഇതിനകത്ത് സംശയങ്ങളുണ്ട്, ഇപ്പോഴും ഉണ്ടായിരുന്നു. ഇതിനകത്ത് പലരും വളരെ സീനിയർ മെമ്പർമാരാണ് സംശയം ചോദിച്ചത്. അപ്പോ നമ്മുടെ ആറ്റിങ്ങൽ പ്രകാശ് സാറൊക്കെ 45 വർഷമായ ലയൻ ആണ്. ലയൻ അന്നത്തെ ക്യാബിനറ്റ് ചാർട്ടർ സെക്രട്ടറി, 45 വർഷം മുമ്പുള്ള ചാർട്ടർ സെക്രട്ടറിയാണ് ഇപ്പോഴത്തെ അവിടുത്തെ പ്രസിഡന്റ് ആറ്റിങ്ങൽ. ഓക്കെ, അപ്പൊ അദ്ദേഹമൊക്കെ ഇതിനകത്ത് ഇപ്പോഴും വന്നിരിക്കുന്നത് നമുക്കൊക്കെ വളരെ അഭിമാനമാണ്. അപ്പൊ ഞാൻ നേരിട്ട് നന്ദി പ്രകാശനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ അധ്യക്ഷൻ കബീർദാസ് സാർ, അദ്ദേഹത്തിന് ഈ മീറ്റിങ്ങിന് പേരിലുള്ള, ഈ റോറിംഗ് മൺഡേയുടെ പേരിലുള്ള ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ വളരെ തിരക്കിനിടയിൽ ഇന്നത്തെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഫസ്റ്റ് VDG ലയൻ അനിൽകുമാർ സാർ,
അദ്ദേഹത്തിനെയും ഈ മീറ്റിങ്ങിന് പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ശിവാനന്ദ സാർ, അദ്ദേഹത്തിനെ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാം. വിദേശ യാത്രകളിലൊക്കെ നമ്മൾ ഒരുമിച്ച് പലപ്പോഴും കണ്ടുമുട്ടിയിട്ടുണ്ട്, ഒരുമിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പാസ്റ്റ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ ആണ്, ഇപ്പോൾ മൾട്ടിപ്പിൾ ഡിസ്ട്രിക്ട് GMT കോർഡിനേറ്ററാണ്. അദ്ദേഹത്തെ, ശിവാനന്ദ സാറിനെ എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ പേരിലുള്ള എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നന്ദി സാർ. അതുപോലെ നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റിനെ പരിചയപ്പെടുത്തിയ ബാബുക്കുട്ടി സാർ, അദ്ദേഹം റീജിയൻ 5 സോൺ ചെയർമാനാണ്. അദ്ദേഹത്തിനുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ മീറ്റിംഗിൽ പങ്കെടുത്ത 5 നിന്നുള്ള PDG ആയിട്ടുള്ള സുരേന്ദ്ര സാർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ മീറ്റിംഗിൽ സുരേന്ദ്ര സാർ ഇപ്പോഴും ഉണ്ട്, അദ്ദേഹത്തിന് ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. ഈ മീറ്റിംഗിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന മുഖങ്ങളാണ് കൂടുതലുള്ളത്. വളരെ റയറായിട്ട് മാത്രമാണ് പുതിയ ആൾക്കാർ കയറുന്നത്. 4000-ലധികം മെമ്പർമാർക്ക് ഞാൻ ഇതിന്റെ മെസ്സേജ് ഡയറക്റ്റ് അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും കിട്ടുമെന്നുള്ള ആത്മാർത്ഥ ചിന്ത കൊണ്ടാണ് ഈ എല്ലാവരും വരുന്നത്. ഇതിനകത്ത് വരുന്ന മിക്കവാറും എല്ലാവരും ട്രെയിനേഴ്സാണ്. സാർ ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പോയിന്റ് ഇന്ന് കിട്ടാതിരിക്കില്ല. നമ്മുടെ അരമണിക്കൂർ 1 മണിക്കൂർ ചെലവഴിച്ചാൽ എന്തെങ്കിലും നമുക്ക് കിട്ടും. ആ ഒരു വിശ്വാസത്തിലാണ് ഓരോരുത്തരും വരുന്നത്. അവരെല്ലാവരെയും ഈ മീറ്റിംഗിൽ പേരിലുള്ള ആത്മാർത്ഥമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ ഫസ്ലുദ്ദീൻ. ഈ പ്രോഗ്രാമിന് നന്ദി അറിയിച്ച താങ്കൾക്കും ഈ പ്രോഗ്രാമിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. മീറ്റിംഗ് ഹിയർ ബൈ അഡ്ജോയിൻ. താങ്ക് യു സർ. താങ്ക് യു. ഗുഡ് നൈറ്റ്. Thank you for giving the opportunity. Thank you very much. Good night. Good night, sir. Good night.